ജ്വലന്തം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യോമൃത്യം നമാമ്യഹം. ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ജയ നരസിംഹ. ജയ പ്രഹ്ലാദേശ ജയ പത്മമുഖ മുഖ പത്മഭൃംഗ. ഭക്തി വിഘ്നനാശ നരസിംഹ ഭഗവാൻ की जय. भक्त प्रहलाद महाराज की जय. गुरुदेव महाराज की जय. शिला प्रभुपाद की जय. गौर ब्रह्मानंदे हरि हरि बोल. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ ജ്ഞാനാനന്ദ കൃഷ്ണ പ്രഭു. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ മാധവി രാധ മാതാജി. ഹരേ കൃഷ്ണ രാധിക മാതാജി. ആ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ രോഹിണി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഇന്ന് വീണ്ടും മാതാജിയെ കാണാൻ സാധിച്ചു. ഇന്ന് ഡ്യൂട്ടി ഒന്നും ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുന്നു. മാതാജിക്ക് എങ്ങനെയാണ് ഇന്ന് ക്ലാസ് എടുത്തുകൂടെ മാതാജി? ഹരേ കൃഷ്ണ മാതാജി കേൾക്കുന്നുണ്ടാവോ? ഇന്ന് മാതാജിക്ക് സ്കൂൾ ഉണ്ടായിരുന്നോ പ്രഭു? അതെ, ഒന്ന് വണ്ടിയിലും എല്ലാം ആയിരിക്കാം. ആ, ആയിരിക്കും. എത്തിയിട്ടുണ്ടോന്ന് അറിയില്ല വീട്ടില്. അതെ അതെ അതെ. പ്രഭു വണ്ടിയിലായിരിക്കും. ഇന്നലെ ഞാൻ ഏറ്റുമാനൂർ സെന്ററിൽ പോയിരുന്നു. ഇന്നലെ എവിടെയാ എവിടെയാ പോയത്? ഏറ്റുമാനൂർ. ആ, ഹരേ കൃഷ്ണ മാതാജി പോയായിരുന്നോ? ആ ഹാ. ഇന്നലെ മോളെ കാരിത്താസി കൊണ്ടുവിടാനായിട്ട് പോയപ്പോ അമ്പലത്തിൽ പോയിട്ട് മധുപ്രഭുവിനെ വിളിച്ചായിരുന്നു. എന്നിട്ട് അവിടെ കയറിയായിരുന്നു. അതെയോ? ആ അതെ, ഹാ. അപ്പം എങ്ങനെയാണ് മാതാജിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു പ്രഭു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇതും എല്ലാം, നല്ല അറ്റ്മോസ്ഫിയർ, നല്ല ഒരു ഇത്. ആ അതെല്ലേ. വന്ന ഡ്രൈവറും പറയുമായിരുന്നു നല്ലൊരു ഇതാണ് അവിടുത്തെ വീടും, നല്ലൊരു ഭംഗിയെന്ന് ചേട്ടനും ഒക്കെ പറയും. ആ ഹാ ഹാ. ഉം. ഓക്കെ. പ്രസാദം കഴിച്ച് രാവിലത്തെ അവിടെ ചെന്ന്. അതെയോ? ആ ഹാ ഹാ. അവിടുത്തെ അതെ, പ്രഭുവിനെ കണ്ടായിരുന്നോ? ഗൗരംഗ പ്രഭുവിനെ? അംഗപുരം കണ്ടു. പ്രഭു അവിടെ ഉണ്ട്. പിന്നെ മധുപ്രഭു ഞങ്ങളെ വന്ന് അമ്പലത്തിൽ വന്ന് കൊണ്ടുപോകുമായിരുന്നു. എനിക്ക് വഴി പറഞ്ഞിട്ട് മനസ്സിലായില്ല. പിന്നെ അതെയോ? ആ ഹാ ഹാ. അതെ. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒന്ന് പോയിട്ട് വന്നു. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഓർത്തെ അവിടെ ഒന്ന് പോകാം. ആ, കാരിദാസിന്റെ വളരെ അടുത്താണ്. മാതാജി ആ, മോളിത് അവിടെ പഠിക്കാൻ പോകണതാണോ? അല്ല പ്രഭു, റേഡിയോഗ്രാഫി കഴിഞ്ഞത്. അന്നേരം അവിടെ ഇപ്പം അവിടെ സ്റ്റാഫായിട്ട് എടുക്കത്തില്ല. അവര് ട്രെയിനിങ്ങിന് 6 മാസത്തേക്ക് എടുക്കത്തുള്ളൂ. അങ്ങനെ അത് നിന്നിട്ട് അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ. ആ, അങ്ങനെയോ? ഉം. ഉം. അതെ. അവിടെ താമസിക്കാനൊക്കെ സ്ഥലം ശരിയായോ? അടുത്തൊരു വീട് പേയിങ് ഗസ്റ്റ് ആയിട്ട് 2-3 കുട്ടികൾ വീതം താമസിക്കുന്ന ഒരാളുടെ മോൾ വശം ഉണ്ട്. ഹോസ്പിറ്റലിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഒരു വീട്. ഉം. അങ്ങനെ അതെ. ഇതാക്കി. ഉം. ഉം. ഓക്കെ. ആ ഹോസ്പിറ്റലില് ഒരു എൻ്റെ പെങ്ങളുടെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി ആ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അതെ. അവിടെ ആ, അക്കൗണ്ടന്റ് എല്ലാം ആയിട്ട് ജോലി ചെയ്യുന്നു. അതിന്റെ പേരെന്താണ്? അയ്യോ. മീനാക്ഷി 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 എന്നാണ് പേര്. അപ്പം നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ആ, രണ്ടാമത്തെ അധ്യായമാണ്. നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നോക്കാം. രണ്ടാമത്തെ അധ്യായത്തിലെ നമ്മളിപ്പം ഭഗവാൻ പറഞ്ഞു തുടങ്ങിയായിരുന്നു അല്ലേ കാര്യങ്ങള്. അതായത് നമ്മൾ ഓർമ്മയുണ്ടോ എല്ലാവർക്കും രണ്ടാമത്തെ അധ്യായത്തിൽ എന്തായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നതെന്ന്, ഏത് ശ്ലോകമായിരുന്നു എന്നൊക്കെ? നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശ്ലോകം കടന്നു പോയിരുന്നു. ദേഹിനോസ്മിൻ യഥാ ദേഹി കൗമാരം യൗവനം ജര എന്ന് പറയുന്നത് അല്ലേ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അല്ലേ. അത് ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് പതിമൂന്നാമത്തെ യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമം ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു ശ്ലോകം നമ്മൾ നോക്കിയിരുന്നു. പിന്നെ ഒരു ശ്ലോകം കണ്ടായിരുന്നു. മാത്രാ സ്പർശ അസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമാപായിനോ നിത്യ സ്ഥാംസ്തി തിക്ഷസ്വ ഭാരത എന്നും പറഞ്ഞിട്ട്. അതെന്തായിരുന്നു?
ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെയത്രേ ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം എന്നുള്ള ആ ഒരു ശ്ലോകം കണ്ടിരുന്നു അല്ലെ. നമുക്ക് ശീതവും ഉഷ്ണവും ഒക്കെ വന്നു പോരുന്ന പോലെ കാറ്റും മഞ്ഞും വെയിലും ഒക്കെ മാറി മാറി വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ പ്രതിസന്ധികൾ ഇങ്ങനെ വരുകയും പോവുകയും സുഖവും ദുഃഖവും ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ എന്നൊക്കെയുള്ളത് പറഞ്ഞായിരുന്നു. എത്ര പേര് കേട്ടോ ഓർത്തിരിക്കുന്നുണ്ടെന്ന് ഓർമ്മയില്ല. ഉം അപ്പം അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള ശ്ലോകം ഏതാണെന്ന് നമുക്ക് നോക്കിയിട്ട് പലർക്കും ഓർമ്മയില്ലായിരുന്നു അല്ലേ, നമ്മുടെ ഭാഗവത കീർത്തനത്തിലെ. അപ്പം ഏത് മാതാജി ആയിരുന്നു പറഞ്ഞിരുന്നത്? ഏതോ ഒരു മാതാജി എന്റെ ആൻസർ പറഞ്ഞായിരുന്നു. ശ്രീരഞ്ജിനി ശ്രീ മാതാജി. ശ്രീരഞ്ജിനി മാതാജി. ശ്രീരഞ്ജിനി മാതാജിയാണ് പറഞ്ഞത് അല്ലെ. കോപം കൊണ്ടു ശപിക്കരുതാരും ഭഗവന്മയമെന്നോർക്ക സമസ്തം. അതായിരുന്നോ നമ്മൾ നോക്കിയിരുന്നേ? ഞാൻ മറന്നുപോയി. ഇനി അടുത്തത് നമ്മൾ 17ാമത്തെ ശ്ലോകമാണ്. 16ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 2, ഗീതാ വിഷയ സംഗ്രഹം, ശ്ലോകം 16. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാം ഉഭയോരപി ദൃഷ്ടോന്താ സ്ത്വനയോസ്തത്വ ദർശിഭിഃ. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദൃഷ്ട്വേന്താ സ്ത്വനയോസ്തസ്ത്വദർശിഭിഃ. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ട്വേന്താ സ്ത്വനയോസ്തസ്ത്വദർശിഭിഃ. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉദയോരപി ദൃഷ്ടോ അന്തസ്തനയോ തത്വദർശഭി. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 16. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരപി ദൃഷ്ടോന്ത ത്വന്നയോസ്തത്വദർശിഭിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. അസത്ത അസത്തിന് അല്ലെങ്കിൽ ഇല്ലാത്തത്, ഭാവം ഉണ്ടെന്നുള്ള അവസ്ഥ, ന വിദ്യത ഇല്ല, സദ സത്തിന് ശാശ്വതമായതിന്, അഭാവം അല്ലെങ്കിൽ ഇല്ലായ്മ, ന വിദ്യത ഇല്ല, കിന്തു എന്നാൽ, തത്വദർശികളിൽ, അനയോ ഈ ഉഭയോ രണ്ടിന്റെയും അന്തം ദർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ജയ ശ്രീല പ്രഭുപാദ്. ഇല്ലാത്തതായ ഒന്നിന് നിലനിൽപ്പില്ല, സനാതനമായ അതിന് നാശവുമില്ല. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ. രണ്ടിന്റെ സ്വഭാവങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. അതായത് ഇല്ലാത്തതായ ഒന്നിന് നിലനിൽപ്പില്ല. അതായത് ഇല്ലാത്തതായ എന്താണ്? നമ്മളെപ്പോഴും പറയുന്നതാണ് ഇല്ലാത്തത് എന്താണ്? നമ്മളുടെ ഈ ശരീരം അല്ലെ. ശരീരം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ്. അപ്പൊ നമ്മളിപ്പോ നോക്കുമ്പോൾ ശരീരം കാണുന്നതോ, അപ്പൊ അതെന്താണ്? മായ അല്ലെ. ഭഗവാൻ ഈ ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന, ഈ ലോകം ഇല്ലാത്തതാണ്, ഈ ഭൂമി ഇല്ലാത്തതാണ്, ഈ ഭൗതിക ലോകം തന്നെ ഇല്ലാത്തതാണ്. കാര്യം അതെല്ലാം നശിക്കുന്നതാണ് അല്ലെ. താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇല്ലാത്തതായ ഒന്നിന് അല്ലെങ്കിൽ ഭൗതിക ശരീരത്തിന് നിലനിൽപ്പില്ല. സനാതനമായ ആത്മാവിന് നാശവുമില്ല. സനാതനമായതാണ് ആത്മാവ്. കാര്യം എന്താണ്? ഭഗവാൻ ഒരിക്കലും നാശമില്ലാത്ത അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്.
എന്ന് പറഞ്ഞ പോലെ ഭഗവാന്റെ അംശമായ ആത്മാവിനും ഒരിക്കലും നാശവുമില്ല. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ. അതായത് പണ്ഡിത സമദർശന അല്ലെ, പണ്ഡിതന്മാര് ഇതെല്ലാം മനസ്സിലാക്കിയ ആൾക്കാരാണ് അല്ലെ. സമഹാത്മാ സുദുർലഭ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ എന്ന് പറഞ്ഞൊരു ശ്ലോകം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ലെ. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഈ തത്വദർശികളായിട്ടുള്ള ആൾക്കാര് എന്താണ് ഈ ഒരു അവസ്ഥ കണ്ടറിഞ്ഞ ആൾക്കാരാണ്. രണ്ടിന്റെ സ്വഭാവങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത്. അപ്പൊ അവർക്ക് മനസ്സിലായി എന്താണ് സനാതനമായത്, എന്താണ് നശ്വരമായത്. നശ്വരം എന്ന് പറഞ്ഞാൽ നശിക്കുന്ന സാധനം എന്താണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ശരീരം എന്താണ്, നശിക്കുന്നതാണ്. നമ്മൾ എത്രയോ അടുത്ത് ഉള്ള എത്രയോ വീടുകളിലും ചുറ്റോടി ചുറ്റും നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. ഇന്ന് കാണുന്ന ഒരാൾ നാളെ കാണില്ല അല്ലെ. നമ്മൾ ഓർക്കും എത്ര നാള് ഇത് ഇപ്പോഴെങ്കിലും പോകേണ്ട ആളല്ല, ഇത് കുറെ നാളോടെ ജീവിച്ചിരിക്കേണ്ട ആളാണ് എന്നൊക്കെ നമ്മൾ ഒരു മരണസ്ഥലത്ത് വെച്ചിട്ട് പോയി കണ്ട് നമ്മൾ വിലപിച്ചിട്ട് വരും. നമ്മൾ പിന്നെ അത് മറന്നു പോകും. നമുക്ക് നാളെ ഈ അവസ്ഥ വരുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുക പോലും ഇല്ല. നമ്മൾ അത്രയ്ക്ക് പെട്ടെന്ന് അത് മറന്നു പോകും അല്ലെ. ഒരു മറവി നമുക്കുണ്ടാകും. അതാണ് ഏറ്റവും വലിയൊരു തമാശയായിട്ട് നമ്മളെ യുധിഷ്ഠിര മഹാരാജാവും യക്ഷനും തമ്മിലുള്ള ആ ഒരു സംഭാഷണ മധ്യേ പറയുന്നതാണ് അല്ലെ. അതായത് ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അവിടുത്തെ മരണ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ട് നമ്മൾ അതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ കുറച്ച് വിലപിച്ചിട്ടൊക്കെ ഇങ്ങ് പോരും. പക്ഷെ നാളെ ഈ അവസ്ഥ നമുക്ക് വരും എന്നുള്ളത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കത്ത് പോലും ഇല്ല. കാര്യം നമ്മൾ വിചാരിച്ചത് നമ്മുടെ ശരീരം എന്നും ഉള്ളതാണെന്നല്ലേ. അപ്പൊ നമ്മൾ ഈ ജരയും നരയും ഒക്കെ ബാധിച്ചിട്ട് ഈ ശരീരത്തിന് എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ. ബാല്യം, ആം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള സ്റ്റേജിൽ കൂടെ ഇത് കടന്നു പോകും അല്ലെ. ഇങ്ങനെയെല്ലാം കടന്നു പോയി കഴിഞ്ഞിട്ട് ഇതൊരു സമയത്ത് ഈ ശരീരം എന്താണ്, മണ്ണിൽ നിന്ന് വന്ന ശരീരം മണ്ണിലേക്ക് തന്നെ പോകുന്നു. ഇതിന് ഒരു അസ്തിത്വം ഇല്ല. കാര്യം ഇതൊരു ശാശ്വതമായ, നമ്മൾ ഈ ശരീരത്തിനെ മോടിയടിപ്പിക്കുകയാണ് അല്ലെ. എപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ് ശരീരത്തിനെ മോടി പിടിപ്പിക്കാനായിട്ടാണ് ഓരോ സൗന്ദര്യവർദ്ധക വസ്തുക്കളും. ഈ ശരീരം ഒരു ശകലം ചുക്കി ചുളഞ്ഞാൽ ഒരു ശകലം ഒരു നര വന്നാലും നമ്മൾ അതിനെ എന്താണ് പെയിന്റ് അടിപ്പിക്കാനും പോഷിപ്പിക്കാനും പോകുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ആരെങ്കിലും ശാശ്വതനായ അല്ലെങ്കിൽ നിത്യനായ നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന, പക്ഷെ ശരീരവും ആത്മാവുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഉള്ളിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നതല്ലാതെ ഇത് രണ്ടാണ്. നമ്മൾ ഒന്നാണെന്ന് അങ്ങ് വിചാരിച്ചു പോയി. ഞാൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ശരീരമാണെന്ന് നമ്മൾ അങ്ങ് വിചാരിച്ചു പോയി. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഭഗവത്ഗീതയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്, നിത്യനാണ്, സനാതനാണ് അല്ലെ. അത് ഭഗവാന്റെ അംശമാണ്. ഭഗവാന്റെ ശാശ്വത അംശമായതുകൊണ്ട് ഈ ആത്മാവിന് ഒരിക്കലും ഒരു നാശം സംഭവിക്കത്തില്ല. ഭഗവാൻ എത്ര നിത്യനാണോ അല്ലെങ്കിൽ ശാശ്വതനാണോ അജനാണോ അതുപോലെ തന്നെ ഭഗവാന്റെ അംശമായ ഈ ആത്മാവും ഒരിക്കലും നശിക്കില്ല. നമ്മൾ ഈ നശിക്കുന്ന ഈ ദേഹം കണ്ടിട്ടാണ് നമ്മളെല്ലാം പറയുന്നത് അല്ലെ. ആൾക്കാരെല്ലാം ഈ ദേഹത്തെ ചൊല്ലിയുള്ള വിലാപങ്ങളാണ് ചെല്ലുന്നത് അല്ലെ. ഈ ദേഹത്തിനുണ്ടാകുന്ന ഈ പരിവർത്തനങ്ങൾ കണ്ടിട്ട്, വാർദ്ധക്യവും ജരയും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ വാർദ്ധക്യം ബാധിച്ചു, നമുക്ക് അങ്ങനെ വന്നു ഇങ്ങനെ വന്നൊക്കെ വിചാരിക്കുന്നത് അല്ലെ. അപ്പം നമ്മളുടെ ചുറ്റോട് ചുറ്റുള്ള ആൾക്കാര് നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ വിലപിക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ശരീരമാണ് പോയത്. അദ്ദേഹത്തിന്റെ ആത്മാവ് ഒരിക്കലും നശിക്കില്ല. അത് ഭഗവാന്റെ അംശമാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരിക്കലെങ്കിലും പറ്റുമോ? ഇല്ല. നമ്മളുടെ ബന്ധുമിത്രാദികൾ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് കരയാതിരിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹസ്ഥനായ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിരിക്കും. പക്ഷെ ശരിക്കും ഇതിന്റെ തത്വം മനസ്സിലാക്കിയ ആൾക്കാർക്ക് അങ്ങനെ ഒരു വിലാപം ഉണ്ടാകുകയില്ല. കാര്യം അവർക്ക് മനസ്സിലാകുന്നത് ഈ ആത്മാവ് ശാശ്വതനാണ്. ഇത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇത് എന്ത് ചെയ്യും, അടുത്ത ഒരു ശരീരം സ്വീകരിക്കും. അല്ലെങ്കിൽ എന്താണ്, അത് ചെല്ലണ്ട, എവിടെ നിന്നാണ് വന്ന് അങ്ങോട്ടേക്ക് തന്നെ പോകും. അതിന്റെ സ്വഭവനത്തിലേക്ക് തിരിച്ച്, ഒന്നുകിൽ മോക്ഷമാണെങ്കിൽ സ്വഭവനത്തിലേക്ക് തിരിച്ചു പോകും, എവിടെ നിന്നാണോ വന്ന് അങ്ങോട്ടേക്ക് തിരിച്ചു പോകും. അല്ല എങ്കിൽ എന്താണ്, അടുത്ത ശരീരം സ്വീകരിക്കുക. അതായത് എനർജി ഒരിക്കലും എന്താണ് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നല്ലാതെ ഒരിക്കലും നശിക്കുന്നില്ല അല്ലേ. ഏതൊരു എനർജി ആണെങ്കിലും ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതേ ഉള്ളൂ അല്ലെ. നമുക്ക് അറിയാം, സൂര്യനിൽ നിന്ന് ഏതൊക്കെ എനർജി ഉണ്ടാകുന്നത്, പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾക്ക് അറിയാം, ഈ വൈദ്യുതി ഒരു വിളക്കിൽ ഒരു ലൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. അതുപോലെ അതേ വൈദ്യുതി തന്നെ അതിന്റെ ഒരു ഷേപ്പ് മാറിയ വേറൊരു ഒരു അയൺ ബോക്സിൽ വന്നു കഴിഞ്ഞാൽ താപോർജമായിട്ട് മാറുന്നു അല്ലെ.
അതുപോലെ തന്നെ അതൊരു ഫ്രിഡ്ജിൽ വന്നു കഴിഞ്ഞാൽ അതെന്താണ് അത് തണുപ്പായി മാറുന്നു അല്ലേ? അങ്ങനെ ഓരോ അവസ്ഥയിൽ ഓരോരോ വ്യത്യസ്തമായ ഇതിൽ ഒരേ സാധനം തന്നെ കയറിയപ്പോൾ അതിന്റെ വേറെ വേറെ അവസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ആത്മാവ് വേറെ വേറെ ഉടുപ്പുകൾ സ്വീകരിക്കുമ്പോൾ അത് അതിൻ്റെതായ രീതിയിലായി പോയി. ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ കയറിയപ്പോൾ അത് നിങ്ങളായി മാറി, എന്റെ ശരീരത്തിൽ കയറിയപ്പോൾ ഞാനായി മാറി. അതുപോലെ ഇതേ സാധനം തന്നെ നമ്മുടെ അടുത്തൂടെ പോകുന്ന ഒരു ഈച്ചയുടെ ശരീരത്തിലാണ് കയറിയാൽ അത് ഈച്ചയുടെ ഉടുപ്പ് ധരിച്ചപ്പോൾ അത് ഈച്ചയായി മാറി. അപ്പൊ ഏത് രൂപത്തിലേക്കും ഇതിന് മാറാനായിട്ട് സാധിക്കും. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്താണ് ഈ തത്വദർശികൾ ചെയ്യുന്ന കാര്യങ്ങൾ. തത്വദർശികൾ ഇതെല്ലാം കണ്ട് അത് മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത്. അതായത് നമ്മുടെ ചുറ്റോട് ചുറ്റുള്ള ഈ കാര്യങ്ങള് നമ്മുടെ ഒരു സയൻസോ ശാസ്ത്രമോ ഒന്നും ഇത് അംഗീകരിച്ചിട്ടില്ല. കാര്യം സയൻസിന് ഇതിനൊക്കെ എന്താണ് തെളിവുകളാണ് വേണ്ടത് അല്ലെ? അവരുടെ ഒരു ലാബിൽ പരീക്ഷിച്ച് ഉള്ള സാധനങ്ങൾ മാത്രമേ അവരെ എന്താണ് തെളിവായിട്ട് അംഗീകരിക്കുകയുള്ളൂ, അതവർ പറയുള്ളൂ. അതുകൊണ്ട് ഈ ആത്മാവിന്റെ ശാസ്ത്രം മാത്രം ഒരിടത്ത് ഒരു സയൻസിൽ നമ്മൾ പഠിച്ചിട്ടില്ല. അതായത് ഒരു സയന്റിസ്റ്റും ഇത് കാണാൻ പറ്റാത്തത് കൊണ്ടും ഇത് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ടും ഇത് നമുക്ക് വൈദ്യുതിയെ കാണാൻ പറ്റുമോ? വൈദ്യുതി ഉണ്ടെന്ന് എങ്ങനെയാണ് തെളിയുന്നത്? അത് പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ടാണല്ലോ. നമ്മുടെ ശരീരം അതേപോലെ തന്നെ എന്തുകൊണ്ട് അവർ ഇത് മനസ്സിലാക്കുന്നില്ല? നമ്മുടെ ശരീരത്തിൽ ഈ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആത്മാവില്ലെങ്കിൽ നമ്മളിപ്പോ ജഡമായിട്ട് കിടന്നേനെ എന്നുള്ള വസ്തുത എന്തുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല? അവർ ഈ ഒരു സയൻസ്, ഇലക്ട്രിസിറ്റിയുടെ ഒരു സയൻസ് അവർ അംഗീകരിച്ചെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ആത്മാവിന്റെ സയൻസും അംഗീകരിക്കേണ്ടതല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഈ ആത്മാവിന്റെ ശാസ്ത്രമായ ഭഗവത്ഗീതയ്ക്ക് ഇപ്പോൾ ഇത്ര പ്രസക്തി വന്നത് അല്ലേ? ഹരേ കൃഷ്ണ. അപ്പം അടുത്തത് ഇതിന്റെ ഭാവാർത്ഥമാണ്. ഭാവാർത്ഥം ആരാണ് വായിക്കുന്നത്? ജ്ഞാനാംബിക മാതാജി ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചു. മൈക്ക് ഓൺ ആക്കിയിട്ട്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാവാർത്ഥം: മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്ന ശരീരം ശാശ്വതമല്ല. വ്യത്യസ്തങ്ങളായ സെല്ലുകളുടെ പ്രവർത്തനങ്ങളാലും പ്രതിപ്രവർത്തനങ്ങളാലും നിമിഷം തോറും ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് ആധുനിക വൈദ്യശാസ്ത്രം സമ്മതിച്ചിട്ടുണ്ട്. ശരീരത്തിന് വളർച്ചയും വാർദ്ധക്യവും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ആത്മാവാകട്ടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും മാറ്റങ്ങളെ അതിജീവിച്ച് ശാശ്വതമായി നിലകൊള്ളുന്നു. ആത്മാവും ദ്രവ്യവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. സ്വാഭാവികമായി ശരീരം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതും ആത്മാവ് ശാശ്വതവും അത്രേ. അവ്യക്തിഗത ബ്രഹ്മവാദികളും സാകാരവാദികളുമായ എല്ലാ തത്വദർശികളുടെയും അഭിപ്രായത്തിന് വിഷ്ണുവിനും അദ്ദേഹത്തിന്റെ വാസസ്ഥാനങ്ങൾക്കും സ്വയം പ്രകാശകമായ ആധ്യാത്മിക സ്ഥിതിവിശേഷം ഉണ്ടെന്ന് വിഷ്ണു പുരാണം 2:12-38 ഉദ്ഘോഷിക്കുന്നു. ജ്യോതിംഷി വിഷ്ണോർ ഭുവനാനി വിഷ്ണു അസത്ത് സത്ത് എന്നീ പദങ്ങൾ യഥാക്രമം ഭൗതിക പദാർത്ഥം, ആത്മാവ് എന്നിവയുമായി ബന്ധപ്പെടുത്തിയതാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എല്ലാ തത്വദർശികളുടെയും അഭിപ്രായം ഇതാണ്. ബാക്കി വായിക്കട്ടെ പ്രഭു? വായിക്കട്ടെ. അജ്ഞാനത്തിനടിമപ്പെട്ട് പരിഭ്രാന്തരാകുന്ന ജീവാത്മാക്കൾക്ക് വേണ്ടി ഭഗവാൻ നൽകുന്ന ഉപദേശം ഇവിടെ ആരംഭിക്കുകയാണ്. പൂജ്യനും പൂജകനും തമ്മിലുള്ള ശാശ്വത ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും അങ്ങനെ പരമപുരുഷനും തദംശങ്ങളായ ജീവാത്മാക്കൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന ബോധമുദിക്കുകയും ചെയ്യുമ്പോൾ അജ്ഞത ശമിക്കുന്നു. തന്നെക്കുറിച്ച് നിഷ്കൃഷ്ടമായി പഠിക്കുന്നയാൾ തനിക്കും സർവേശ്വരനായ കൃഷ്ണനും തമ്മിലുള്ള ബന്ധം പൂർണ്ണത്തിനും അംശത്തിനും ഉള്ള അന്യോന്യ ബന്ധം തന്നെയെന്ന് അറിയുമ്പോൾ ഭഗവാന്റെ പരമോന്നത അവസ്ഥ മനസ്സിലാക്കുന്നു. വേദാന്ത ഗ്രന്ഥങ്ങളിലും ഭാഗവതത്തിലും പരമപുരുഷനെ എല്ലാ പ്രാദുർഭാവങ്ങളുടെയും ഉറവിടമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രാദുർഭാവങ്ങൾ ഉത്തമാധമ പ്രകൃതികളായാണ് അനുഭവപ്പെടുന്നത്. ജീവാത്മാക്കൾ ഉത്തമ പ്രകൃതിയുടേതാണെന്ന് 7-ാം അധ്യായം വ്യക്തമാക്കുന്നുണ്ട്. ശക്തിയും ശക്തിമാനും തമ്മിൽ അന്തരമില്ല. എങ്കിലും ശക്തിമാൻ ഉത്കൃഷ്ടനെന്നും ശക്തി അഥവാ
പ്രകൃതി വിധേയനെന്നും പറയപ്പെടുന്നു. അങ്ങനെ ജീവാത്മാക്കളെല്ലാം യജമാനനെ സേവകരെന്ന പോലെ ഗുരുവിനെ ശിഷ്യരെന്ന പോലെ അജ്ഞാനത്തിന്റെ സ്വാധീന വലയത്തിലായിരിക്കുമ്പോൾ ഈ വ്യക്തമായ ജ്ഞാനം ലഭിക്കുക സാധ്യമല്ല. ജീവാത്മാക്കളുടെ അജ്ഞാനം ദൂരീകരിക്കാനും അവരെ എല്ലായ്പ്പോഴും ഉത്പുത്തരാക്കാനും ആയിക്കൊണ്ട് സർവേശ്വരൻ ഭഗവത്ഗീത ഉപദേശിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം മാതാജി ഈ കൃഷ്ണ വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഹരേ വിചാരിക്കുന്നു. കൃഷ്ണ എന്നാലും നമുക്ക് എനിക്ക് ഒന്നുകൂടെ എനിക്ക് എഴുതൊന്നും ഹരേ കൃഷ്ണ എനിക്ക് എഴുതൊന്നും കിട്ടിയില്ല. എനിക്ക് ഇപ്പോഴാണ് മൊബൈല് ശരിയായത്. അതാ ഒന്ന് പറഞ്ഞു തരുമോ? ശ്ലോകം ആ 16 മാതാജി, രണ്ടാമത്തെ അതിലെ. രണ്ടാമത്തെ. താങ്ക് യു. ആ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഈ നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയത് എന്താണ്? ഈ പറയുന്ന നശിക്കാൻ പോകുന്ന ഭൗതികമായ ശരീരത്തിന് നിലനിൽപ്പില്ല, സനാതനമായ ആത്മാവിന് നാശവുമില്ല. നമ്മൾ ഇനി പറയാൻ പോകുന്നതെല്ലാം വളരെ സിമിലർ ആയിട്ടുള്ള ശ്ലോകങ്ങളാണ്. ആത്മാവിന്റെ ആ ഒരു എന്താണ് ആ ഒരു സ്ഥിരമായ ഒരു സ്ഥായിയായിട്ടുള്ള ഒരു ഭാവത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള ശ്ലോകങ്ങളിലൊക്കെ പഠിക്കാനൊക്കെ പോകുന്നത്. അപ്പൊ ആത്മാവ് ശരീരത്തിന്റെയും മനസ്സിന്റെയും മാറ്റങ്ങളെ അതിജീവിച്ച് ശാശ്വതമായി നിലകൊള്ളുന്നു എന്ന കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശരീരം സ്വാഭാവികമായി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ ആത്മാവ് ശാശ്വതമാണ്. അപ്പൊ ശാശ്വതമായ സ്ഥാനമാണ് വിഷ്ണുവിനും അദ്ദേഹത്തിന്റെ വാസസ്ഥാനങ്ങൾക്കും എന്താണ് ആധ്യാത്മിക സ്ഥിതിവിശേഷമുണ്ടെന്ന് വിഷ്ണു പുരാണം ഉദ്ഘോഷിക്കുന്നു. അതായത് ശാശ്വതം ആയ ധാമം എന്ന് പറയുന്നത് എന്താണ്? വൈകുണ്ഠ ലോകങ്ങളോ അതുപോലെ തന്നെ ഗോലോക വൃന്ദാവനവുമാണ്. ബാക്കിയുള്ള ഭൗതികമായിട്ടുള്ള ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം തന്നെ നശിക്കുന്നതാണ്. അതായത് നമ്മൾ ഈ പദാർത്ഥം എന്ന് പറയുന്ന സംഭവം, നമ്മളുടെ ഈ ഭൗതിക പ്രകൃതി ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ഈ ഭൗതിക പ്രകൃതി അല്ലെങ്കിൽ ഈ പദാർത്ഥം കൊണ്ടാണ്. ഈ പദാർത്ഥത്തിന് നാശമുള്ളതാണ്. മണ്ണിൽ നിന്ന് വന്നു മണ്ണിലേക്ക് തന്നെ പോകുന്നു, മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് പോകുന്നു എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മള് ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് വന്നു നമ്മുടെ ശരീരം, അത് ആ ഭൗതിക പ്രകൃതിയിലേക്ക് തന്നെ പോകുന്നു. ആത്മാവ് എന്താണ് ചെയ്യുന്നത്? ഭഗവാനിൽ നിന്ന് വന്നു, ഭഗവാന്റെ അംശമാണ്, ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതാണ് അതിന്റെ അവസ്ഥ അല്ലെ. ഇതിന്റെ ഇടയ്ക്ക് കുറെ നാള് ഇവിടെ നമ്മളുടെ കർമ്മഫലത്തിനനുസരിച്ചിട്ട് പല പല ഉടുപ്പുകൾ ധരിക്കേണ്ടി വരുന്നു. ആ ഉടുപ്പുകളാണ് ചിലപ്പോൾ മൃഗയോനിയിലായിരിക്കും ജനിക്കുന്നത്, ചിലപ്പോൾ മനുഷ്യയോനിയിലായിരിക്കും, ചിലപ്പോൾ ഉപരിഗ്രഹങ്ങളിലായിരിക്കും ജനിക്കുന്നത്. അപ്പൊ ഈ ഉപരിഗ്രഹങ്ങളിലാണെങ്കിൽ കൂടിയും അവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത അതാണ് ഭഗവാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ ഭഗവത്ഗീത ഉപദേശിച്ചു തന്നിരിക്കുന്നത്. ആ സാധ്യത നമ്മൾ മുതലാക്കും. ആ ഒരു സാധ്യത അത് നമ്മൾ എന്താണ് ഈ ഭഗവത്ഗീത ശരിയായ രീതിയിൽ മനസ്സിലാക്കി നമ്മൾ സത്സംഗത്തിലൊക്കെ നിന്ന് അത് വേണ്ട രീതിയിൽ പഠിച്ചിട്ടുള്ള ഈ ജ്ഞാനമൊക്കെ മനസ്സിലാക്കിയ വ്യക്തികൾക്ക് അത് ജ്ഞാനവാനാകാനായിട്ട് സാധിക്കും. ആ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താണ് വളരെ ഈസി നമുക്ക് ഈ പറയുന്ന ശാശ്വതമായ ധാമങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ആ ഒരു പ്രക്രിയയാണ് കൃഷ്ണാവബോധം. അപ്പം പൂജ്യനും പൂജകനും തമ്മിലുള്ള ശാശ്വത ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും അങ്ങനെ പരമപുരുഷനും തദംശങ്ങളായ ജീവാത്മാക്കൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന ബോധം ഒതുക്കുകയും ചെയ്യുമ്പോൾ അജ്ഞത ശമിക്കുന്നു. അപ്പം പൂജ്യൻ ആരാണ്? ഭഗവാൻ അല്ലെ. പൂജകൻ ആരാണ്? നമ്മള് അല്ലെ. ഇത് നമ്മൾ തമ്മിലുള്ള ശാശ്വത ബന്ധം എന്താണെന്നാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ഭഗവാന്റെ ശാശ്വത അംശങ്ങളാണെന്ന് മനസ്സിലായി. ഭഗവാൻ സുപ്രീമാണ് അല്ലെ, പരമപുരുഷനാണെന്നുള്ള ശാശ്വതമായ ആ ഒരു തത്വം നമ്മൾ ഇതിൽ കൂടെ മനസ്സിലാക്കുകയാണെന്നു അല്ലെ. അഹം സർവസ്യ പ്രഭു അങ്ങനെ പറഞ്ഞ എത്രയോ ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, എല്ലാത്തിന്റെയും അല്ലെ പരമ ദിവ്യോത്തമ പുരുഷൻ ഞാനാണെന്ന് ഭഗവത്ഗീത ഉദ്ഘോഷിക്കുന്നു അല്ലെ. അപ്പം പൂജകൻ, നമ്മൾ സേവകനാണ്, ഭഗവാന്റെ ആ ഒരു സേവകനാണ്, എറ്റേണൽ സെർവന്റ് ആണെന്നുള്ള കാര്യവും നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നുണ്ട് അല്ലെ. ഇവര് തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ ഭഗവാന്റെ അംശമാണ് എന്നുള്ളതും പിന്നെ എന്താണ് ഗുണങ്ങളിൽ ഭഗവാനുമായിട്ട് നമ്മൾ തുല്യതയുണ്ടെങ്കിലും നമ്മൾ അളവിൽ വ്യത്യാസമാണ്. അചിന്ത്യ ഭേദഭേദത്വം ഞാൻ പലതവണ പറഞ്ഞായിരുന്നു, ചൈതന്യ മഹാപ്രഭു വിഭാവനം ചെയ്തല്ലേ. നമ്മൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താണെന്നല്ലേ. നമ്മള് എന്താണ് ജീവാത്മാവും പരമാത്മാവും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാണ്. എന്താണ്?
ഗുണത്തിൽ ഒന്നാണ്, എന്നാൽ അളവിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അതല്ലേ അചിന്ത്യ ഭേദപദത്വം. അപ്പൊ അങ്ങനെ പൂർണ്ണത്തിനും അംശത്തിനും തമ്മിലുള്ള അന്യോന്യ ബന്ധം തന്നെ ബന്ധം തന്നെയാണ് എന്ന് അറിയുമ്പോൾ ഭഗവാന്റെ പരമോന്നത അവസ്ഥ മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മൾ ഭഗവാനുമായിട്ട് ഒന്നാണെന്ന് പറയുന്ന ആ ഒരു ഒരുപാട് സിദ്ധാന്തം ഫോളോ ചെയ്യുന്നവരുണ്ട് അല്ലെ, ഇപ്പോഴും ഉണ്ട്. അദ്വൈതികളായിട്ടുള്ള ഒരുപാട് പേര്, ശങ്കരാചാര്യരുടെ ഫിലോസഫി പിന്തുടരുന്ന ഒരുപാട് പേരുണ്ട്, മായാവാദികളായിട്ടുള്ള ആൾക്കാർ. നമ്മളും ഭഗവാനുമായിട്ട് ഒന്നാണെന്ന് പറഞ്ഞ് നടക്കുന്നവര് അല്ലേ. അപ്പൊ അങ്ങനെ ഒന്നാണെന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്താനായിട്ട് പറയുമെന്നൊക്കെ അല്ലേ. അപ്പൊ ഒരിക്കലും നമുക്ക് ഭഗവാന് തുല്യനാകാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഏതൊക്കെ വിദ്യ പഠിച്ചു, നമ്മൾ ഏതെല്ലാം മന്ത്രങ്ങൾ പഠിച്ചു, നമ്മൾ ഏതെല്ലാം രീതിയിൽ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഭഗവാന് തുല്യനാകാനായിട്ട് സാധിക്കത്തില്ല. ഭഗവാൻ ഈ പ്രപഞ്ചങ്ങളെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചങ്ങളും ബ്രഹ്മാണ്ടങ്ങളും മുഴുവൻ വായിൽ കൂടെ കാണാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഈ ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ ഉദരത്തിൽ ധരിച്ചിരിക്കുന്ന ഭഗവാനാണ് നമ്മൾ അല്ലെ. അത്ര നിസ്സാരക്കാരനാണോ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന ഭഗവാൻ? അപ്പൊ ഈ ഭഗവാൻ ഈ ഗോവർദ്ധന എടുത്തു ഉയർത്താൻ ചില ഭാഗവത ആചാര്യന്മാർ പറയും, നിങ്ങളൊന്ന് വെറുതെ സങ്കല്പിച്ചാൽ മാത്രം മതി, ഒരു കഥയാണെന്ന് കരുതിയാൽ മതി. ഭാഗവതമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും ഇതൊരു കഥ മാത്രമാണ്, നിങ്ങളപ്പോ ഭഗവാൻ എന്താണ് നിങ്ങളുടെ മനസ്സിനെ ഉയർത്തി ആത്മാവിനെ ഉയർത്തി എന്ന് മാത്രം സങ്കല്പിച്ചാൽ മതി എന്ന് ചില ആചാര്യന്മാർ പറയുന്ന ഭാഗവത ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഭഗവാൻ എന്താണ് ഇത്രയും വലിയ ബ്രഹ്മാണ്ടങ്ങളെ ഉദരത്തിൽ വെച്ച് നടക്കുന്ന ഈ ഭഗവാന് വെറും ഒരു ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്താനായിട്ട് ഇത്ര പാടുണ്ടോ? അപ്പൊ ആ ഒരു അല്പത്തൊന്ന് ആലോചിച്ച്, ഭഗവാന്റെ പരമദിവ്യോത്തമ പുരുഷത്വം അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഭഗവാൻ നമ്മൾ പലതവണ പറഞ്ഞ ആ ശ്ലോകം നമുക്ക് വീണ്ടും പറയേണ്ടി വരുന്നത്. എന്താണ്? അവജാനന്തി മാമൂടാം മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമ ഭൂതം മഹേശ്വര എന്ന് പറഞ്ഞ ശ്ലോകം. അതായത് ഞാൻ എൻ്റെ ആ പരമദിവ്യോത്തമ പുരുഷത്വം അംഗീകരിക്കാനായിട്ട് ഈ മൂഢന്മാരായിട്ടുള്ള ആൾക്കാർ തയ്യാറായിട്ടില്ല. ഞാൻ മനുഷ്യ രൂപത്തിൽ അവതരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അത് മനുഷ്യനാണെന്ന് വിചാരിച്ചു അല്ലെ. ആ മനുഷ്യനാണ് എന്നുള്ള ആ ഒരു വിചാരത്തിൽ, അങ്ങനെ വിചാരം കുഴപ്പമില്ല. നമ്മളപ്പോ ഭഗവാൻ എന്താണ് സാഖ്യരസത്തിൽ അർജുനനും സുദാമയൊക്കെ ചെയ്ത പോലെ സാഖ്യരസത്തിലാകാം, സുഹൃത്തായിട്ട് കൂട്ടാം. അതുപോലെ തന്നെ യശോദാമായും ദേവകി മാതാവൊക്കെ ചെയ്ത പോലെ വാത്സല്യ രസത്തിൽ നമുക്ക് ഭഗവാനെ സേവ ചെയ്യാം. ഗോപികമാരെ ചെയ്ത പോലെ മാധുര്യ രസത്തിൽ സേവ ചെയ്യാം. ഈ ഏത് രസത്തിൽ വേണമെങ്കിലും നമുക്ക് അതിനുള്ള അവസരം തരുന്നുണ്ട് അല്ലേ. നമ്മൾ ഈ ഏത് രീതിയിലും വാത്സല്യ രസത്തിലോ മാധുര്യ രസത്തിലോ സാഖ്യരസത്തിലോ എങ്ങനെ സേവ ചെയ്യാനും ഭഗവാൻ അവസരം തരുന്നുണ്ട്. അല്ലെങ്കിൽ ഭഗവാനായിട്ട് തന്നെ നമുക്ക് പൂജിക്കുകയും ചെയ്യാം. എന്നിട്ട് നമ്മൾ അതൊന്നും ചെയ്യാതെ നമ്മൾ ഭഗവാന് തുല്യനാണെന്നും പറഞ്ഞ് നടക്കുക. എന്തെങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും രണ്ട് ശ്ലോകം ജപിക്കാനായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഭഗവാന് തുല്യനാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ് നമ്മളുടെയൊക്കെ അവസ്ഥ. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? വേദാന്ത ഗ്രന്ഥങ്ങളിൽ ഭാഗവത്തിലും പരമപുരുഷനെ എല്ലാ പ്രാദുർഭാവങ്ങളുടെ ഉറവിടമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രാദുർഭാവങ്ങൾ ഉത്തമാധമ പ്രകൃതികളായാണ് അനുഭവപ്പെടുന്നത്. ജീവാത്മാക്കൾ ഉത്തമ പ്രകൃതിയുടേതാണെന്ന് 7-ാം അധ്യായം വ്യക്തമാക്കുന്നുണ്ട്. ഭഗവാന്റെ ഉത്തമ പ്രകൃതിയുണ്ട്, അധമ പ്രകൃതിയുണ്ട് അല്ലെ. ഭഗവാന്റെ അന്തരംഗ ശക്തിയും ബഹിരംഗ ശക്തിയും നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞാണ് അല്ലെ. അപ്പൊ നമ്മളെ ജീവാത്മാക്കളെ ഭഗവാന്റെ ഉത്തമ പ്രകൃതിയിലേക്ക്, അല്ലെങ്കിൽ ദേവീഹേഷ ഗുണമയി മമമായ ദുരത്യ എന്ന് പറഞ്ഞ് അതിന്റെ മറ്റൊരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാന്റെ അധമ പ്രകൃതി അല്ലെങ്കിൽ ഭഗവാൻ ബഹിരംഗ ശക്തി എത്ര ശക്തിമത്താണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആ ബഹിരംഗ ശക്തിയിൽ പെട്ടിട്ട് ഇങ്ങനെ ഉലയുന്നത് കൊണ്ട് നമുക്ക് ഉത്തമ പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ദേവി പ്രകൃതിയിലേക്ക് മാറാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ജീവാത്മാക്കൾ ദേവി പ്രകൃതിയുടെ സംരക്ഷണത്തിലാകുന്നത് എങ്ങനെയാണ്? നമ്മൾ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഹരിനാമം ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേവി പ്രകൃതിയുടെ സംരക്ഷണത്തിലാകും. ഭഗവാന്റെ ആ ഒരു അന്തരംഗ ശക്തി അല്ലെങ്കിൽ ആഹ്ലാദിനി ശക്തിയുടെ സംരക്ഷണത്തിലേക്ക് ആയി മാറും. ശക്തിയും ശക്തിമാനും തമ്മിൽ അന്തരമില്ല. ഭഗവാന്റെ ശക്തി ഏതാണ്? രാധാറാണി. ശക്തിമാൻ എന്താണ്? ഭഗവാൻ. അപ്പൊ ഈ ശക്തി ശക്തിമാനും തമ്മിൽ അന്തരമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് രാധ തന്നെയാണ് കൃഷ്ണൻ, കൃഷ്ണൻ തന്നെയാണ് രാധ അല്ലേ. ശക്തിമാന് ഇല്ലാതെ ശക്തി ഉണ്ടാകത്തില്ല. ശക്തിമാന് ശക്തി ഇല്ലെങ്കിൽ കാര്യമുണ്ടോ? ഇല്ലല്ലേ. ഇത് രണ്ടും പരസ്പര പൂരകമാണല്ലേ.
നമ്മൾ എപ്പോഴും പറയാറുണ്ട് സൂര്യൻ ശക്തിമാനാണെങ്കിൽ സൂര്യരശ്മിയാണ് ശക്തി അല്ലെ. നമുക്ക് ഈ സൂര്യരശ്മിയിൽ തൊട്ടാൽ തന്നെ നമുക്ക് എന്താണ് ആ സൂര്യഗോളത്തിന്റെ എല്ലാ ഇതും കിട്ടും. എന്തൊക്കെയാണ് കിട്ടുക നമുക്ക് സൂര്യഗോളത്തിന്റെ പ്രകാശവും താപവും എല്ലാം സൂര്യരശ്മിയിൽ നിന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. എന്തിനാണ് നമുക്ക് സൂര്യഗോളം വരെ പോകുന്നത്? സൂര്യഗോളം വളരെ അപ്രാപ്യമാണ്, അതുപോലെ ഭഗവാൻ വളരെ അപ്രാപ്യമാണ്. അപ്പൊ ഭഗവാന്റെ ആ ഒരു ശക്തിമാനായ സൂര്യഗോളത്തിന്റെ ശക്തിയായ ആ ഒരു പ്രകാശത്തിൽ കൂടെ നമുക്ക് ആ സൂര്യനെ മുഴുവൻ അനുഭവിക്കാണ്ട് പറ്റും. അപ്പൊ ആ ഒരു ശക്തിയുടെ അല്ലെങ്കിൽ അന്തരംഗ ശക്തിയുടെ ആ ഒരു ശരണാഗതിയിൽ കൂടി നമ്മൾക്ക് എന്താണ് ഈ പറയുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ഉത്തമ പ്രകൃതിയുടെ നമുക്ക് ആ ഒരു സംരക്ഷണ വലയത്തിൽ ആകാനായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. എങ്കിൽ ശക്തിമാൻ ഉത്കൃഷ്ടൻ എന്ന് ശക്തി അഥവാ പ്രകൃതി വിധേയി എന്നും പറയപ്പെടുന്നു. അങ്ങനെ ജീവാത്മാക്കളെല്ലാം യജമാനന് സേവകരെന്ന പോലെ ഗുരുവിന് ശിഷ്യരെന്ന പോലെ അജ്ഞാനത്തിന്റെ സ്വാധീന വലയത്തിലായിരിക്കുമ്പോൾ ഈ വ്യക്തമായ ജ്ഞാനം ലഭിക്കുക സാധ്യമല്ല. അതുപോലെ നമുക്ക് ഈ അന്തരംഗ ശക്തിയിലേക്ക് നമുക്ക് പോകാനായിട്ട് നമ്മൾ ഈ പറയുന്ന ബഹിരംഗ ശക്തിയുടെ സ്വാധീനം കൊണ്ട് നമ്മൾ ഭൗതിക പ്രകൃതിയുമായിട്ടുള്ള ഈ ത്രിഗുണങ്ങളുമായിട്ടുള്ള ആ ഒരു അടുത്ത് ഇടവിട്ട് ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് അതിന് സാധ്യമല്ല. അപ്പൊ ജീവാത്മാക്കളുടെ അജ്ഞാനം ദൂരീകരിക്കാനും അവരെ എല്ലായ്പ്പോഴും ഉദ്ഭുതരാക്കാനും ആയിക്കൊണ്ടാണ് സർവേശ്വരൻ അതുകൊണ്ട് ഈ ഭഗവത്ഗീത നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നതെന്ന് ഈ ശ്ലോകം പറയുന്നു. അടുത്തത് 17ാമത്തെ ശ്ലോകം. അവിനാശി തു തദ്വിധി ഏന സർവമിദം തദം വിനാശയമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തൃമർഹതി. അവിനാശി തു തദ്വിധി യേന സർവമിദം തദം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തൃമർഹതി. ഹരേ കൃഷ്ണ. വിലാസിനി മാതാജി. അവിനാശി തു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി. അല്ലെങ്കിൽ മാധവി രാധ മാതാജി. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. ഏന യാതൊന്നിനാൽ ഇതം സർവം ഈ ശരീരം മുഴുവനും തദ്ദം വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ തത്തു അതാകട്ടെ അവിനാശി നാശമില്ലാത്തതെന്ന് വിധി അറിഞ്ഞാലും അവ്യയസ്യ അവ്യയമായ അസ്യ അതിന് അല്ലെങ്കിൽ ആത്മാവിനെ വിനാശത്തെ കർത്തൃം ചെയ്യുവാൻ കശ്ചിത് ആർക്കും ന അർഹതി അർഹിക്കുന്നില്ല അല്ലെങ്കിൽ ശക്തനാകുന്നില്ല. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്. ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സത്തയ്ക്ക് നാശമില്ലെന്ന് നീ അറിയുക. ആ അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. അപ്പൊ വീണ്ടും നമ്മൾ അതേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കുറെ ശ്ലോകങ്ങളിൽ ഒരേപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വിവർത്തനങ്ങള് ഒരുപാട് നമ്മൾ ആവർത്തന വിരസത ഒഴിവാക്കാനായിട്ട് നമ്മൾ അതിനെ വേഗം എടുത്തങ്ങ് പോവുകയാണ്. ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സത്തയ്ക്ക് നാശമില്ല. ആ സത്ത ഏതാണ്? നമ്മുടെ ആത്മാവിന്. അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കാൻ അതുകൊണ്ട് ആർക്കും സാധിക്കുകയുമില്ല. ഈ അനശ്വരനായ ആത്മാവിനെ ഏതെങ്കിലും രീതിയിൽ വധിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് ഭഗവാൻ ഇവിടെ തീർത്ത് പറയുവാണ്. അപ്പൊ ഈ ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു വസ്തു എന്ന് പറയുന്ന ആ ഞാൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്നെ വധിക്കാനായിട്ട് ആർക്ക് സാധിക്കത്തില്ല. എന്റെ ശരീരം മാത്രമേ നശിച്ചു പോകുന്നുള്ളൂ. എന്നെ ആരെങ്കിലും വധിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം മാത്രമേ വധിച്ചു പോകുന്നുള്ളൂ. ഞാൻ എന്ന് പറയുന്ന എന്റെ ആത്മാവ് എന്നെന്നും ജീവിച്ചിരിക്കുന്നു അല്ലേ. ചിലപ്പോൾ അത് പ്രേതാത്മാവായിട്ട് അലഞ്ഞു നിൽക്കുമായിരിക്കും. അതുപോലെ തന്നെ ഭഗവാന്റെ വിചാരിച്ചുകൊണ്ടാണ് അത് ജീവൻ വെടിയുന്നതെങ്കിൽ അന്ധകാലേച്ച മാമേച്ച സ്മരൻ മുക്ത കളയവരം എന്ന് പറഞ്ഞ് ഭഗവാൻ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ധാമത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കും. അപ്പം ഇതിന്റെ ഭാവാർത്ഥം ആരാണ് വായിക്കുന്നത്? ശ്രീരഞ്ജിനി മാതാജി വായിക്കാമോ? 17ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം കൂടെ ഒന്ന് ചൊല്ലിക്കൊണ്ടു.
അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കച്ചിത് കർത്തുമർഹതി. ഭാവാർത്ഥം ഭക്തിവത്സമിശ്രീല പ്രഭാത്. ജയ ശ്രീല പ്രഭാത്. ശരീരത്തിലെങ്ങും വ്യാപൃതനായിട്ടുള്ള ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവത്തെ വർണ്ണിക്കുന്നതാണ് ഈ ശ്ലോകം. ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്നത് എന്തെന്ന് ഏതൊരാൾക്കും അറിയാം. ബോധം അഥവാ പ്രജ്ഞയാണത്. ദേഹത്തിന്റെ ഒരു ഭാഗത്തോ എല്ലായിടത്തുമോ ഉള്ള വേദനകളെയോ സുഖാനുഭൂതികളെയോ പറ്റി എല്ലാവരും ബോധവാന്മാരാണ്. ബോധത്തിന്റെ വ്യാപ്തി ഒരാളുടെ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. ഒരാളുടെ ശരീരത്തിൽ ഏശുന്ന വേദനയോ സുഖമോ മറ്റൊരാൾക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് ഓരോ ശരീരവും ഓരോ ജീവാത്മാവിന്റെ മൂർത്തിമത് ഭാവമാണ്. ആ ആത്മാവിന്റെ സാന്നിധ്യത്തിന് തെളിവാണ് ദേഹത്തിൽ കുടികൊള്ളുന്ന വ്യക്തിപരമായ അവബോധം. ഒരു മുടിനാരിഴയുടെ തുമ്പിന്റെ 10,000-ലൊരംശം മാത്രമേ ജീവാത്മാവിന് വലിപ്പമുള്ളൂ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഉപനിഷത്ത് 5:9 ഇത് ബലപ്പിക്കുന്നു. ബാലാഗ്ര ശതഭാഗസ്യ ശതഥാ കൽപ്പിതസ്യ ച ഭാഗോ ജീവസ്ത വിജ്ഞേയ സചാനന്ദ്യായ കൽപ്പതേ. തലനാരിന്റെ അറ്റം 10,000-ആയി വിഭജിച്ചാൽ എത്ര വലിപ്പം വരുമോ അത്ര മാത്രമാണ് ജീവാത്മാവിന്റെ വലിപ്പം. അതുപോലെ കേശാഗ്ര ശതഭാഗസ്യ ശതാംശാദൃശാത്മകഃ ജീവ സൂക്ഷ്മസ്വരൂപോയം സംഖ്യാതീതോ ഹി ചിത് കണഃ. മുടിയുടെ തുരുമ്പിന്റെ 10,000-ലൊരംശം മാത്രം വലിപ്പമുള്ള കണക്കറ്റ ജീവാത്മ കണങ്ങളുണ്ട്. ഭൗതിക കണങ്ങളെക്കാൾ ചെറുതായ ജീവാത്മാവ് ആത്മീയ കണമാണ്. അവ നിരവധി ഉണ്ട് താനും. ഭൗതിക ശരീരത്തിന്റെ അടിസ്ഥാന തത്വമാണ് ഈ ചെറിയ ആത്മീയ സ്ഫുലിംഗം. ഔഷധത്തിന്റെ വീര്യം ശരീരത്തിൽ വ്യാപിക്കുന്നത് പോലെ ഈ ആത്മീയ സ്ഫുലിംഗത്തിന്റെ പ്രഭാവം ശരീരത്തിൽ എല്ലായിടത്തും എത്തിച്ചേരുന്നു. ആത്മാവിന്റെ ഈ പ്രഭാവം അവബോധമായി ശരീരത്തിൽ എങ്ങും അനുഭവപ്പെടുന്നു. ഇത് ആത്മാവിന്റെ സാന്നിധ്യത്തെ കുറിക്കുന്നു. ബോധം നഷ്ടപ്പെട്ട ശരീരം ശവമാണെന്നും ഭൗതികമായ ഏതു പരിചരണത്തിനും അതിൽ ബോധം ഉണർത്താനാവില്ലെന്നും ഏതൊരു പാമരനും അറിയാം. അതുകൊണ്ട് ഭൗതിക പദാർത്ഥങ്ങളുടെ ഏതെങ്കിലും അളവിലുള്ള സമ്മിശ്രണത്തിൽ നിന്നല്ല പ്രജ്ഞയുടെ ഉദ്ഭവം. അത് ആത്മാവിന്റെ സമ്പർക്കത്തിൽ നിന്നാണ് വരുന്നത്. 3:19 ഏതിൽ നിന്നാണെന്നറിയില്ല. അണുമാത്രനായ ആത്മാവിന്റെ അളവുകൾ മുണ്ടകോപനിഷത്ത് 3:19 കുറച്ചുകൂടി വ്യക്തമാക്കുന്നു. യേശോ അണുരാത്മാ ചേതസാ വേദിതവ്യോ യസ്മിൻ പ്രാണ പഞ്ചതാ സംവിവേശ പ്രാണൈശ്ചിത്തം സർവമോതം പ്രജാനാം യസ്മിൻ വിശുദ്ധേ വിഭവത്യേഷ ആത്മാ. പരമാണുപ്രായനായ ആത്മാവിനെ തികഞ്ഞ ബുദ്ധിശക്തി കൊണ്ട് അറിയാവുന്നതാണ്. ഇത് പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ 5 വിധം വായുഭേദങ്ങളിൽ പൊങ്ങിക്കിടക്കുന്നു. ഉള്ളവയുടെ എല്ലാം ഹൃദയത്തിൽ കുടിയിരുന്നു കൊണ്ട് ശരീരത്തിൽ എങ്ങും അതിന്റെ പ്രഭാവം ചെലുത്തുന്നു. 5 വിധം ഭൗതിക വായുക്കളുടെ മാലിന്യത്തിൽ നിന്ന് വിമുക്തനാകുമ്പോഴാണ് അതിന്റെ ആത്മീയ പ്രഭാവം വെളിപ്പെടുന്നത്. വിശുദ്ധമായ ജീവാത്മാവിനെ ആവരണം ചെയ്ത് ചലിക്കുന്ന ഈ വായു പഞ്ചകത്തെ വ്യത്യസ്തങ്ങളായ ആസനമുറകളുടെ സഹായത്താൽ നിയന്ത്രിക്കലാണ് ഹഠയോഗത്തിന്റെ ലക്ഷ്യം. ഭൗതികമായ ഒരു നേട്ടത്തിനും വേണ്ടിയുള്ളതല്ല ഈ യോഗം. ഭൗതിക അന്തരീക്ഷത്തിലെ കുരുക്കുകളിൽ നിന്ന് അണുമാത്രനായ ആത്മാവിനെ മോചിപ്പിക്കുക എന്നതാണ്. അണുരൂപനായ ജീവാത്മാവിന്റെ ഘടന ഇങ്ങനെ. ഹരേ കൃഷ്ണ മാതാജി. ശിവി മാതാജി വായിച്ചോളൂ ബാക്കി. ഹരേ കൃഷ്ണ. ഹരിബോൾ. ബുദ്ധിയുള്ള ഏതൊരാൾക്കും അനുഭവം മുൻനിർത്തി അത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. കേൾക്കത്തില്ല മാതാജി, കേൾക്കത്തില്ല. അനുരൂപനായ ജീവാത്മാവിന്റെ ഘടന എങ്ങനെയെന്ന് എല്ലാ വൈദ്യഗ്രന്ഥങ്ങളും പറയുന്നു. ബുദ്ധിയുള്ള ഏതൊരാൾക്കും അനുഭവം മുൻനിർത്തി അത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. ഈ അണ്വാകാരനായ ജീവാത്മാവിനെ സർവവ്യാപിയായ വിഷ്ണു തത്വം എന്ന് കരുതാൻ മൂഢന്മാർക്ക് മാത്രമേ കഴിയൂ. ജീവാത്മ തത്വം പ്രത്യേക ശരീരത്തിൽ മാത്രം വ്യാപ്തമാണ്. അണുമാത്രമായ ഈ ആത്മാവ് എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ വാഴുന്നു എന്ന് മുണ്ടകോപനിഷത്ത് സിദ്ധാന്തിക്കുന്നു.
സൂക്ഷ്മാവിനെ അളന്നു തിട്ടപ്പെടുത്തൽ ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ കഴിവിനതീതമാണ്. അതുകൊണ്ട് അവരിൽ ചിലർ അങ്ങനെ ഒരു ആത്മാവില്ലെന്ന വിഡിത്തം കലർന്ന വാദം ഉന്നയിക്കുന്നു. തീർച്ചയായും അണുമാത്രമായ ജീവാത്മാവ് പരമാത്മാവോട് കൂടി ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം അത്രയും അവിടെ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുന്നു. ശ്വാസകോശങ്ങളിൽ നിന്ന് പ്രാണവായു ഉൾക്കൊണ്ട് നീങ്ങുന്ന രക്താണുക്കൾക്ക് ഊർജം പകർന്നു കൊടുക്കുന്നത് ആ ജീവാത്മാവാണ്. ജീവാത്മാവ് ഈ സ്ഥാനത്ത് നിന്ന് മാറിയാൽ രക്തോത്പാദനത്തിനുള്ള ശരീരത്തിന്റെ ശക്തി നഷ്ടമാകുന്നു. വൈദ്യശാസ്ത്രം രക്താണുക്കളുടെ പ്രാധാന്യത്തെ അംഗീകരിക്കുന്നു. എങ്കിലും ഊർജത്തിന്റെ ഉറവിടം ആത്മാവാണെന്ന് തീർത്തു പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ശാരീരിക ആ സ്ഥാനം ആണെന്ന് ആധുനിക വൈദ്യശാസ്ത്രം സമ്മതിക്കുന്നുണ്ട്. പരമപുരുഷന്റെ ഈ അംശങ്ങളെ സൂര്യപ്രകാശത്തിന്റെ തന്മാത്രകളോട് ഒന്നിക്കാം. എണ്ണപ്പെട്ട രക്താണുക്കളുണ്ട് സൂര്യപ്രകാശത്തിൽ. അതുപോലെ പരമപുരുഷന്റെ പ്രകാശരശ്മികളിലെ ആണവ സ്ഫുലിംഗങ്ങളാണ് ഭഗവത അംശങ്ങൾ. പ്രഭ അഥവാ ഉത്തമ ശക്തി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. അതുകൊണ്ട് വൈദിക ജ്ഞാനം, ആധുനിക ശാസ്ത്രം ഇവയിൽ ഏത് അംഗീകരിച്ചാലും ആത്മാവിന്റെ സാന്നിധ്യം ശരീരത്തിലല്ല എന്ന് പറയാൻ സാധ്യമല്ല. പരമദിവ്യത്വം സ്വയം ഭഗവത്ഗീതയിലൂടെ ആത്മാവിന്റെ ശാസ്ത്രം വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇവിടെ കുറേ കാര്യങ്ങൾ വളരെ നീണ്ട ഒരു പർപ്പോട്ടായിരുന്നു അല്ലേ നമ്മൾ കണ്ടത്. അപ്പം അവിനാശിതു തദ്വിധി ഏന സർവമിതം തഥാ വിനാശം അവ്യസ്യ അസ്യ ന കശ്ചിത് കർത്തുമർഹതി. അതായത് ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന ഈ ആത്മാവ്, ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന എന്തെന്ന് ഈ ഒരു ബോധം അഥവാ അതിനെ പ്രജ്ഞ എന്ന് പറയുന്നു. ദേഹത്തിന്റെ ഒരു ഭാഗത്തോ എല്ലായിടത്തും ഉള്ള വേദനകളെയോ സുഖാനുഭൂതികളെ പറ്റി എല്ലാവരും ബോധവാന്മാരാണെന്ന് ബോധത്തിന്റെ വ്യാപ്തി ഒരാളുടെ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഒരാളുടെ ശരീരത്തിൽ ഏശുന്ന വേദനയോ സുഖമോ മറ്റൊരാൾക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ ശരീരവും ഓരോ ജീവാത്മാവിന്റെ മൂർത്തിവത് ഭാവമാണ്. ആ ആത്മാവിന്റെ സാന്നിധ്യത്തിന് തെളിവാണ് ദേഹത്തിൽ കുടികൊള്ളുന്ന വ്യക്തിപരമായ അവബോധം. ആ അവബോധം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പറയുന്ന വേദനയും ഇതൊക്കെ അറിയുന്നത് അല്ലേ. നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ നേരത്തെ കണ്ടുപോലെ നമ്മൾ സ്വപ്നത്തിൽ പല കാര്യങ്ങളും നമുക്ക് നമ്മൾ ചെയ്തില്ലെങ്കിലും പല കാര്യങ്ങളും പല ആക്സിഡന്റ് ഉണ്ടാകുന്നു, നമ്മളെ കീറി മുറിക്കുന്നു, നമ്മൾ ഈ വേദനകളെല്ലാം അനുഭവിക്കും. പക്ഷെ നമ്മുടെ ശരീരത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഈ വേദനകളൊക്കെ നടക്കുന്നതൊക്കെ നമ്മുടെ അവബോധത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ അന്ന് പല പ്രാവശ്യം നമ്മളിത് പറഞ്ഞതാണ് അല്ലേ. ഇതൊക്കെ നമ്മുടെ അവബോധത്തിലാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ആത്മാവിന്റെ വലിപ്പം എത്രയാണെന്നാണ് ഇനി പറയുന്നത്. ശ്വേതോശ്വര ഉപനിഷത്തിലാണ് അതിനെപ്പറ്റി പറയുന്നത്. 5.9 അത് പറയുന്നു. ശ്വേതോശ്വര ഉപനിഷത്തിന്റെ 5.9 ശ്ലോകത്തിൽ എല്ലാവരും നോട്ട് ചെയ്തോണ്ട് എവിടെയാണ് ആത്മാവിന്റെ വലിപ്പത്തെ പറ്റി പറയുന്നുള്ള കാര്യം ശ്രദ്ധിച്ചുകൊള്ളണം. ഒരു തലമുടി നാരിന്റെ അറ്റത്തിന്റെ 10,000-ൽ ഒരു വലിപ്പം, 10,000-ൽ ഒരു അംശം, അത്രയും വലിപ്പമേ ഉള്ളൂ ആത്മാവിന്റെ വലിപ്പം എന്ന് ആധികാരികമായിട്ട് ശ്വേതോശ്വര ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ശ്ലോകമാണ് ബാലാഗ്ര ശതഭാഗസ്യ ശതസ്ഥ കൽപ്പിതസ്യ ച ഭാഗോ ജീവസ വിജ്ഞേയ സ ചാനന്ദ്യായ കൽപ്പതേ. തലനാരിന്റെ അറ്റം 10,000-ആയി വിഭജിച്ചാൽ എത്ര വലിപ്പം വരുമോ അത്ര മാത്രമാണ് ജീവാത്മാവിന്റെ വലിപ്പം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം വെറുതെ പറയുന്നതല്ല, നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും ആധികാരികമായിട്ടുള്ള റെഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രീല പ്രഭുപാദർ റെഫറൻസ് ഉദ്ധരിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കേശാഗ്ര ശതഭാഗസ്യ ശതാംശ സാത്മകഃ ജീവസൂക്ഷ്മ സ്വരൂപേയം സംഖ്യാതീതോ ഹി ചിത്കണഃ. മുടി ഇഴത്തുമ്പിന്റെ 10,000-ൽ ഒരു അംശം മാത്രം വലിപ്പമുള്ള കണക്കറ്റ ജീവാത്മാ കണങ്ങളുണ്ട്. ഭൗതിക കണങ്ങളെക്കാൾ ചെറുതായ ജീവാത്മാവ് ആത്മീയ കണമാണ്. അപ്പൊ നമ്മളുടെ ഈ പ്രാണനുമായിട്ട് ചേർന്നിട്ടാണ് ഈ ആത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ സർവസ്യ ചാഹം ഹൃദി സന്നിവിശ്യ എന്നും പറഞ്ഞിട്ട് ഒരു ശ്ലോകം ഭഗവത്ഗീതയിൽ 15-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാറുണ്ട് എല്ലാവരുടെയും ഹൃദയത്തിലാണ് ഞാൻ കുടിയിരിക്കുന്നത് അല്ലേ. ഭഗവാൻ കുടിയിരിക്കുന്ന ഹൃദയത്തിലാണ്. അപ്പൊ ഭഗവാൻ കുടിയിരിക്കുന്ന ആ ഹൃദയത്തിൽ ജീവാത്മാവിനോടൊപ്പം ഭഗവാൻ എപ്പോഴും സർവസാക്ഷിയായിട്ട് പരമാത്മാവായിട്ട് കൂടെ ഇരിക്കുന്നു അല്ലെ, സർവ്വതിനും സാക്ഷിയായിട്ട്. അപ്പൊ അത് നമ്മള് പത്മപുരാണത്തിലാണെന്ന് തോന്നുന്ന ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പരമാത്മാവും ജീവാത്മാവും എങ്ങനെയാണ് അവരെ പറ്റി ഒരു ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്
ഒരു വൃക്ഷത്തിന്റെ ശാഖയില് മുകളിലും താഴെ ഇരിക്കുന്ന രണ്ട് പക്ഷികളായിട്ടാണ് അവരെ ഉപമിച്ചിരിക്കുന്നത്. താഴത്തെ ശിഖരത്തിൽ ഇരിക്കുന്ന പക്ഷി ജീവാത്മാവും മുകളിൽ ഇരിക്കുന്ന ശിഖരത്തിലുള്ള പക്ഷി പരമാത്മാവായിട്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ താഴത്തെ നമ്മളെ പോലുള്ള ജീവാത്മാക്കളായ താഴത്തെ ശിഖരത്തിലുള്ള പക്ഷി എന്ത് ചെയ്യും? ചുറ്റുമുള്ള മരങ്ങളിലെല്ലാം ഭൗതിക ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുക പരതിക്കൊണ്ട്. അവിടെ എങ്ങാനും അതിന് തൃപ്തിയാകുന്നുണ്ടോ? കാര്യം അവിടെ നിന്നൊക്കെ അതിന് ഭക്ഷണം കിട്ടിയാൽ അതിന് തൃപ്തിയാകുന്നില്ല. സുഹൃത്തും എപ്പോഴും അഭ്യുതകാംക്ഷിയുമായിട്ടുള്ള, എപ്പോഴും നിരീക്ഷകനുമായിട്ടുള്ള അതേ വൃക്ഷത്തിന്റെ തൊട്ടുമുകളിലുള്ള ശാഖയിലുള്ള ആ പക്ഷിയായ പരമാത്മാവിനെ ഈ ജീവാത്മാവ് ഒരിക്കലും തിരിഞ്ഞു നോക്കുന്നില്ല. അതായത് നമ്മൾ ഉള്ളിലേക്ക് നോക്കണം എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഉള്ളറിയണം, ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കൂ, നീ നിന്റെ ഉള്ളു മനസ്സിലാക്കൂ, നിന്റെ അന്തരംഗം മനസ്സിലാക്കൂ എന്നൊക്കെ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ നമ്മളെ തന്നെ ഒരു കണ്ണാടി വെച്ചിട്ട് കാണാൻ പറയുന്നത്, നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക. ഭഗവത്ഗീതയിൽ കൂടെ നമ്മൾ നമ്മളെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ഉള്ളിലുള്ള സത്യം മനസ്സിലാക്കുകയാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ ഈ ഉള്ളിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കിനും ഈ പറയുന്ന, അപ്പൊ ഈ വൃക്ഷത്തിന്റെ മുകളിലുള്ള ആ ഒരു ഇരിക്കുന്ന പക്ഷിയെ ഒരിക്കലും നോക്കുന്നില്ല. എപ്പം ഈ താഴെ ഇരിക്കുന്ന ജീവാത്മാവായിട്ടുള്ള കിളി മുകളിലത്തെ ശിഖരത്തിലുള്ള പരമാത്മാവായിട്ടുള്ള കിളിയെ നോക്കുമ്പോൾ ആ ഒരു പ്രക്രിയക്കാണ് എന്താണ് പറയുന്നത്? യോഗ എന്ന് പറയുന്നത്. ഈ കൂടിച്ചേരൽ, ആ ഒരു സമ്മിശ്രണം, അപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പരമാനന്ദം എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്, യോഗ. അപ്പം ഈ ഈ ആത്മീയ സ്ഫുലിംഗത്തിന്റെ പ്രഭാവം ശരീരത്തിൽ എല്ലായിടത്തും എത്തിച്ചേരുന്നു. ആത്മാവിന്റെ ഈ പ്രഭാവം അവബോധമായ ശരീരത്തിലെങ്ങും അനുഭവപ്പെടുന്നു. ആത്മാവ് ഉള്ളത് കൊണ്ടാണ് അത് അവബോധമായിട്ട് നമ്മുടെ ശരീരത്തിലെങ്ങും ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഈ അവബോധം ഉണ്ടാകുന്നത്. തിരിച്ചറിവ്, നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു അല്ലെ. എപ്പോഴും നമ്മളൊരു മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളെ ഒരാൾ ഇങ്ങനെ വിലക്കിക്കൊണ്ടിരിക്കും അല്ലെ. സർവ്വതിന് സാക്ഷിയായിട്ടുള്ള ആ പരമാത്മാവ് ചിലപ്പോൾ ചോദിക്കത്തില്ലേ, നിനക്ക് ഒരു ശക്കല മനസാക്ഷിയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ? ആ മനസാക്ഷി ആരാണ്? സാക്ഷാൽ ഭഗവാനാണ് അല്ലെ. നമ്മളുടെ കൂടെ, ജീവാത്മാവിന്റെ കൂടെ എപ്പോഴും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമായിട്ട് കൂടെ ഇരിക്കുന്ന ആ പരമാത്മാവാണ്. എപ്പോഴും നിരീക്ഷകനാണ് അദ്ദേഹം. ആ നിരീക്ഷകനാണ് നോക്കുന്നതിന് എല്ലാത്തിനും സാക്ഷിയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഇല പോലും ഭഗവാൻ അറിയാതെ അനങ്ങില്ല എന്ന് പറയുന്നത്. കാര്യം ഒരു ഇലയിൽ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിലും ഭഗവാൻ എന്താണ്? പരമാത്മാവായിട്ട് കൂടെയുണ്ട്. ജീവാത്മാവായിട്ടുള്ള ജീവനുള്ള ഏതൊരു വസ്തുവിലും ഭഗവാൻ പരമാത്മാവായിട്ട് കൂടെയുണ്ട്. അതുകൊണ്ട് ഭഗവാൻ സർവ്വതിനും സാക്ഷിയാണ്. പിന്നെ അവരവരുടെ കർമ്മഫലത്തിൽ ഭഗവാൻ ഇൻവോൾവ് ചെയ്യാറില്ല ഡയറക്റ്റ്ലി. ആ കർമ്മഫലം എന്താണ്? നമ്മൾ അനുഭവിച്ച് തീർന്നേ മതിയാവുള്ളൂ. അപ്പൊ ഈ ഭഗവാൻ ഇൻവോൾവ് ചെയ്യേണ്ട സമയം എന്താണ്? ഭഗവാനിൽ സ്വയം സമർപ്പിച്ചു കഴിയുമ്പോഴാണ് ഭഗവാൻ നമ്മളുടെ ഇതെല്ലാം എന്താണ് സ്വീകരിക്കുന്നത്. ആ ശ്ലോകം ഏതാണ്? അനന്യാസ് ചിന്തയന്തോ മാം ഏ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമ്യഹം. അനന്യാസ് ചിന്തയന്തോ മാം, മറ്റൊരു ചിന്തകളും ഇല്ലാതെ സദാസമയം എന്നെ മാത്രം വിചാരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ യോഗവും ക്ഷേമവും ഞാൻ നോക്കും. അവരുടെ എന്താണ് ഉള്ളതൊക്കെ ഞാൻ നിലനിർത്തും, ഇല്ലാത്തത് അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ അത് കൊടുക്കും. നമ്മൾ അങ്ങനെയാണോ? നമുക്ക് ആവശ്യമുള്ള കാര്യം കാണാൻ നേരത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ ഭഗവാനെ വിളിക്കുകയുള്ളൂ അല്ലേ. അല്ലാത്ത സമയത്തൊക്കെ പാലം കടക്കോളും നാരായണ പാലം കടന്ന് കൂരായണ, ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് അല്ലേ. നിങ്ങളാണെന്നല്ല പറഞ്ഞ, എന്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ, ക്ഷമിക്കണം. അപ്പൊ അങ്ങനെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ പറയുന്ന ആ ഒരു തിരിച്ചറിവ് നമുക്ക് വരുന്നില്ല. കാര്യം നമ്മളുടെ ഈ അപ്പൊ ഭഗവാൻ അല്ലെങ്കിൽ സർവസാക്ഷിയായിട്ടിരിക്കുന്ന ഭഗവാൻ നമ്മളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കടന്നു വരുന്നു, എങ്ങനെ ഇൻവോൾവ് ആവുന്നു ഭഗവാന് സ്വയം സമർപ്പിച്ചു കഴിഞ്ഞാൽ സർവധർമാൻ പരിത്യജ. ഭഗവത്ഗീത മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ 1866 പഠിക്കുന്ന ശ്ലോകമാണ് സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. അപ്പൊ അതിലേക്ക് എങ്ങനെ എത്തിച്ചേരുമെന്ന് നമ്മൾ ഈ ശ്ലോകങ്ങളെല്ലാം ഈ അധ്യായങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ജ്ഞാനം കിട്ടുള്ളൂ. സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം തം സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഭഗവാൻ പറയുന്ന വാക്കാണ് അല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു സർവധർമ്മങ്ങളെയും എങ്ങനെ നമ്മൾ പരിത്യജിക്കാനായിട്ട് പറ്റും എന്നുള്ള ആ ഒരു ജ്ഞാനം ഉണ്ടാക്കിയെടുക്കുകയാണ് ബാക്കിയുള്ള ശ്ലോകങ്ങളിലൂടെയൊക്കെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഭൗതിക പദാർത്ഥങ്ങളുടെ ഏതെങ്കിലും അളവിലുള്ള സമ്മിശ്രണത്തിൽ നിന്നല്ല പ്രജ്ഞയുടെ ഉദ്ഭവം, അത് ആത്മാവിന്റെ സമ്പർക്കത്തിൽ നിന്നാണ് വരുന്നത്. അണുമാത്രനായ ആത്മാവിന്റെ പരിണാമം മുണ്ടകോപനിഷത്തിൽ കൂടി വ്യക്തമാക്കുന്നു. ആത്മാവിന്റെ പരിണാമത്തെ പറ്റി മുണ്ടകോപനിഷത്തിൽ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പരമാണുപ്രായനായ ആത്മാവിനെ തികഞ്ഞ ബുദ്ധിശക്തി കൊണ്ട് അറിയാവുന്നതാണ്. ഇത് പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ 5 വിധം
വായുഭേദങ്ങളിൽ പൊങ്ങിക്കിടക്കുന്നു. അപ്പൊ ഈ ദശപ്രാണനുണ്ട്, പഞ്ചപ്രാണൻ, മെയിനായിട്ടുള്ള പഞ്ചപ്രാണനുണ്ട്. ഇതിനെയൊക്കെ നിയന്ത്രിച്ചിട്ട് ഈ ശ്വാസത്തെ നിയന്ത്രിച്ച് കിടക്കുന്ന പ്രക്രിയ, യോഗ പ്രക്രിയ ഉണ്ടല്ലേ. എല്ലാവരും ഇപ്പം യോഗ പഠിക്കുന്നുണ്ട്, വിദേശികളെല്ലാം അടക്കമുള്ള ആൾക്കാരെല്ലാവരും ഒക്കെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതെല്ലാം യോഗ എന്ന് പറയുന്നത് ശരീരത്തിനെയും മനസ്സിനെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അല്ലേ. അത് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ യോഗയിൽ അങ്ങനെ അത്ര ആസക്തനായിട്ട് നമ്മൾ പോകരുത്. കൃഷ്ണാബോധത്തിലുള്ള ആൾക്കാര് എന്താണ്, ഭഗവാനാണ് പ്രാതിനിധ്യം കൊടുക്കുന്നത്, നമ്മൾ ഭക്തിയോഗയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഹഠയോഗം എന്ന് പറഞ്ഞൊരു യോഗത്തെ പറ്റിയാണ് ഇവിടെ ശ്രീല പ്രഭുപാദര് പറയാൻ പോകുന്നത്. അപ്പൊ ഈ പറയുന്ന പഞ്ചപ്രാണനെ എങ്ങനെ നിയന്ത്രിക്കാം, നമ്മൾ ഇത്രയും വലിയ കഠിനമായ പ്രോസസ്സിലേക്ക് പോകണം. നമ്മളിങ്ങനെ ശ്വാസമൊക്കെ പിടിച്ചു നിർത്തി ഈ പ്രക്രിയക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ശ്വാസമൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ നല്ലതാണ്. നമുക്ക് ശ്വാസം ഇങ്ങനെ എത്ര കൂടുതൽ പിടിച്ചു നിർത്താൻ പറ്റുന്നു അത്രയും നാളെ നമുക്ക് ആയുസ് കൂടുമെന്നാണ് പറയുന്നത് അല്ലേ. ആമയ്ക്കൊക്കെ ആയുസ് കൂടില്ലല്ലേ. അത് ഒരുപാട് നേരം ശ്വസിക്കാതെ തന്നെ അതിന് ജീവിച്ച മത്സ്യങ്ങളൊക്കെ കാണാം, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വന്ന് ശ്വാസം പിടിക്കുന്നതാണ് അല്ലേ. പക്ഷെ ആമയ്ക്ക് എത്ര നേരം വേണമെങ്കിലും മുങ്ങിക്കിടക്കാം, എത്ര സമയം വേണമെങ്കിലും നിൽക്കാൻ പറ്റും. അതുകൊണ്ട് അതിന് ആയുസ് കൂടുതലാണ്. നമുക്കൊരു എത്ര നേരം മൂക്ക് പൊത്തിയിട്ട് ഇങ്ങനെ ശ്വാസം വിടാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അല്ലേ. അപ്പൊ നമ്മളുടെ ആയുസ് ഒക്കെ അപ്പൊ ഈ ശ്വാസത്തെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ കുംഭമേളയ്ക്ക് വരുന്ന സന്യാസിമാരൊക്കെ എത്രയാണ് ശ്വാസ നിയന്ത്രണത്തിൽ കൂടിയാണ് അവർ ഈ ഹഠയോഗ അഷ്ടാംഗ യോഗ ഒക്കെ പഠിച്ചിട്ട് ഈ ആയുസ്സൊക്കെ ഇത്രയും നീട്ടി കൂട്ടി എടുത്തിരിക്കുന്നത് അല്ലേ. 400 നാഗ സന്യാസിമാർക്കൊക്കെ 400 വയസ്സ് ജീവിച്ചിരിക്കുന്നവരാണ്. അവരൊക്കെ എപ്പോൾ അവരുടെ ആത്മാവിനെ അവർക്ക് പുറത്തു വിടണമെങ്കിലോ അവർക്കത് ആ യോഗ പ്രക്രിയയിലൂടെ അതിന് സാധിക്കും. അങ്ങനത്തെ വിദ്യകളാണ് അവർ പഠിച്ചിരിക്കുന്നത് അല്ലെ. അവർക്ക് പിന്നെ ഭൗതികമായിട്ടുള്ള വേറെ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. അതായത് വസ്ത്രത്തിലോ അങ്ങനെയുള്ള പ്രത്യേക ഒരു കാര്യങ്ങളൊന്നും ഇല്ല. ജടയും മുടിയെല്ലാം നീട്ടി വളർത്തി ശരീരത്തിനെ അല്ല അവർ പരിപോഷിക്കുന്നത്. അവര് എന്താണ്, ആ ഒരു ആത്മാവിനെയാണ് അവർ പരിപോഷിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള, ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഈ പറഞ്ഞ 6 ചക്രങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞാണല്ലേ. അപ്പൊ ആ ഒരു ഇവിടെ സഹസ്രാരതല പത്മത്തിൽ എത്തിക്കുമ്പോഴുള്ള ആനന്ദമാണ് അവർ അനുഭവിക്കുന്നത്. അങ്ങനെയാണ് യോഗ പ്രക്രിയ നടത്തി യോഗിയാകുന്നത്. സഹസ്രാര പത്മം വഴി നമ്മളുടെ ജീവനെ പുറത്തേക്ക് വിടുകയും ചെയ്തിട്ട് നമ്മൾ ഉപരിലോകങ്ങളിൽ അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിയിൽ വരെ വന്ന് അവരുടെ ആ ഒരു ആത്മാവ് ലയിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ കണ്ടു പോയിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ 5 വിധം ഭൗതിക വായുക്കളുടെ മാലിന്യത്തിൽ നിന്ന് വിമുക്തനാകുമ്പോഴാണ് അതിന്റെ പ്രഭാവം വെളിപ്പെടുത്തുന്നത്, വിശുദ്ധമായ. അപ്പൊ ഈ വായുവിനെ നിയന്ത്രിക്കുക, അപ്പൊ ഈ വായുവിൽ ഉണ്ടാകുന്ന ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് എങ്ങനെ വിമുക്തനാകാം എന്ന് നമ്മൾ യോഗ പ്രക്രിയയിൽ കൂടെ പഠിക്കുന്നു. ആ ശ്വാസത്തെ നിയന്ത്രിച്ച് ഈ 5 വിധം വായുക്കള്, അതിനെപ്പറ്റിയൊക്കെയുള്ള കൂടുതലായിട്ട് നമ്മൾ യോഗ പഠിക്കുമ്പോഴാണ് പഠിക്കുന്നത്. വിശുദ്ധമായ ജീവാത്മാവിനെ ആവരണം ചെയ്ത് ചലിക്കുന്ന ഈ വായു പഞ്ചകത്തെ വ്യത്യസ്തങ്ങളായ ആസനമുറകളുടെ സഹായത്താൽ നിയന്ത്രിക്കലാണ് ഹഠയോഗത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഹഠയോഗത്തിൽ ഈ പറയുന്ന 5 വായുക്കളെ പല പല മുറകളിൽ കൂടെ എന്താണ്, ആസനമുറകളുടെ പല പല ആസനങ്ങളുണ്ടല്ലേ. അപ്പം ഓരോ തരത്തിലുള്ള ആസനങ്ങളിൽ കൂടെയാണ് അവർ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നത്. പത്മാസനം, ഓരോ യോഗാസനങ്ങളുണ്ടല്ലോ, ഒരുപാട് ആസനങ്ങളുണ്ട്. അപ്പൊ അതിൽ കൂടെയാണ് നിയന്ത്രിക്കാൻ. ഈ യോഗം ഭൗതിക അന്തരീക്ഷത്തിലെ കുരുക്കളിൽ നിന്ന് അണുമാത്രനായ ആത്മാവിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഈ ഭൗതിക അന്തരീക്ഷത്തിൽ നിന്ന് അണുമാത്രനായ ഈ ആത്മാവിനെ ഇവിടുന്ന് പുറത്തിറക്കി വിടുന്ന ആ ഒരു ചടങ്ങാണ് അവര് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അണുരൂപനായ ജീവാത്മാവിന്റെ ഘടന ഇങ്ങനെയാണെന്ന് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും പറയുന്നു. ബുദ്ധിയുള്ള ഏതൊരാൾക്കും അനുഭവം മുൻനിർത്തി അത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. ഈ അണ്വാകാരനായ ജീവാത്മാവിനെ സർവ്വവ്യാപിയായ വിഷ്ണു തത്വമെന്ന് കരുതാൻ മൂഢന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ. അതായത് ഈ അണുകാരനായ ജീവാത്മാവിനെ സർവ്വവ്യാപിയായ വിഷ്ണു തത്വം ഒരിക്കലും ആകുന്നില്ല. ഒരിക്കലും ആത്മാവ് എന്താണ്, ഭഗവാൻ ആകുന്നില്ല അല്ലെ. ജീവാത്മാവ് ഒരിക്കലും ഭഗവാൻ ആകുന്നില്ല, ഭഗവാന്റെ അംശമേ ആകുന്നുള്ളൂ. പക്ഷെ ഈ പറയുന്ന ഈ യോഗ വിദ്യ പഠിക്കുന്ന ആൾക്കാരൊക്കെ അത് ഭഗവാനാണ് എന്ന് പറയും. നമ്മൾ ഈ യോഗ പ്രാക്ടീസിൽ കൂടി ആത്മാവിനെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ എന്താണ്, അവര് ദൈവമായി എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അല്ലെ. മായാവാദികളായിട്ടുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അദ്വൈതികളായിട്ടുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ മൂഢന്മാരെന്ന് പറയുന്നത്. ജീവാത്മാ പ്രഭാവം ഒരു പ്രത്യേക ശരീരത്തിൽ മാത്രം വ്യാപൃതമാണ്. അണുമാത്രനായ ആത്മാവ് എല്ലാ ജീവികളുടെ ഹൃദയത്തിൽ വാഴുന്നു എന്ന് മുണ്ടകോപനിഷത്ത് പറയുന്നു. അപ്പൊ മുണ്ടകോപനിഷത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഈ എല്ലാവരുടെ ഹൃദയത്തിലാണ് ഈ ആത്മാവ് ഇരിക്കുന്നത് അല്ലെ. ഈ സൂക്ഷ്മാണുവിനെ അളന്ന് തിട്ടപ്പെടുത്താൻ ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെ കഴിവിന് അതീതമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ശാസ്ത്രജ്ഞന്മാർക്കൊന്നും ഇതിനെ അളന്ന് തിട്ടപ്പെടുത്താനോ, കാര്യം അതിന്റെ വലുപ്പം എത്രയുണ്ട്, ഒരു തലമുടി നാരിന്റെ അഗ്രത്തിന്റെ 10,000-ത്തിൽ ഒരു അംശം മാത്രമാണെന്ന് ശ്വേതോശ്വര ഉപനിഷത്തിൽ പറഞ്ഞായിട്ട് നമ്മളിപ്പോ കണ്ടു.
അപ്പൊ അതുകൊണ്ട് ഈ സയന്റിസ്റ്റിന് ഇത് തെളിയിക്കുകയോ ലാബിൽ കൂടെ കണ്ടുപിടിക്കുകയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അവരിൽ ചിലർ ഇങ്ങനെ ഒരു ആത്മാവില്ലെന്ന വിഡ്ഢിത്തം കലർന്ന വാദം ഉന്നയിക്കുന്നു. തീർച്ചയായും അണുമാത്രനായ ജീവാത്മാവ് പരമാത്മാവിനോടുകൂടി ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം അത്രയും അവിടെ നിന്ന് ഉത്ഭവിക്കുന്നു. ഈ ഊർജമൊക്കെ ഉള്ളത് എങ്ങനെയാണ്? ആത്മാവ് നമ്മളുടെ ഈ പറയുന്ന ഹൃദയത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഊർജം മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശ്വാസകോശങ്ങളിൽ നിന്ന് പ്രാണവായു ഉൾക്കൊണ്ട് നീങ്ങുന്ന രക്താണുക്കൾക്ക് ഊർജം പകർന്നു കൊടുക്കുന്ന ഈ ജീവാത്മാവാണ്. അപ്പൊ ഈ ജീവാത്മാവ് ഉള്ളത് കൊണ്ടാണ് ഈ രക്താണുക്കൾക്കൊക്കെ ഈ ഊർജം കിട്ടുന്നത്. ജീവാത്മാവിന് ആ സ്ഥാനത്ത് നിന്ന് മാറിയാൽ രക്തോൽപാദനത്തിലുള്ള ശരീരത്തിന്റെ ശക്തി നഷ്ടപ്പെടുന്നു. അപ്പൊ ജീവാത്മാവ് ശരിക്കും അവിടെ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്തൊരവസ്ഥ കഴിഞ്ഞാൽ ഊർജോൽപാദനം നടക്കുന്നില്ല. ഈ രക്താണുക്കൾക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഊർജം കിട്ടുന്നില്ല. വൈദ്യശാസ്ത്രം ചുവന്ന രക്താണുക്കളുടെ പ്രാധാന്യത്തെ അംഗീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഊർജത്തിന്റെ ഉറവിടം ആത്മാവെന്ന് തീർത്തു പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർക്ക് ഒരേ ഒരു കാര്യം അവർക്ക് അവ്യക്തമായിട്ടുള്ളൂ. ഈ ഊർജത്തിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് അവര് പറഞ്ഞിട്ടില്ല. രക്തവും ഈ പറയുന്ന ശ്വേതാണുക്കളും രക്താണുക്കളും ഒക്കെ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ഹീമോഗ്ലോബിൻ അങ്ങനെ എല്ലാ കണ്ടന്റിനെ പറ്റിയും പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഉറവിടം ഊർജം എവിടെ നിന്നാണ് വരുന്നത്, അത് ആത്മാവാണെന്ന് പറയാൻ മാത്രം അവർക്ക് സാധിച്ചിട്ടില്ല. പരമപുരുഷന്റെ ഈ അംശങ്ങളെ സൂര്യപ്രകാശത്തിന്റെ തന്മാത്രകളോട് ഉപമിക്കാം. എണ്ണമറ്റ ദിത്താണുക്കളുണ്ട് സൂര്യപ്രകാശത്തിൽ. അതുപോലെ പരമപുരുഷന്റെ പ്രകാശരശ്മികളിലെ ആണവ സ്ഫുലിംഗങ്ങളാണ് ഭഗവത് അംശങ്ങൾ, അല്ലെങ്കിൽ പ്രഭ അഥവാ ഉത്തമ ശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് വൈദിക ജ്ഞാനം, ആധുനിക ശാസ്ത്രം ഇവയിൽ ഏത് അംഗീകരിച്ചാലും ആത്മാവിന്റെ സാന്നിധ്യം ശരീരത്തിൽ ഇല്ല എന്ന് പറയാനായിട്ട് സാധ്യമല്ല. അപ്പൊ ഈ ഉത്തമ പ്രകൃതിയുടെ ആ സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, സൂര്യപ്രകാശത്തിലെ സൂര്യരശ്മിയെ നമ്മൾ ഉത്തമ പ്രകൃതിയായിട്ട് നമ്മൾ ഉപമിച്ചു അല്ലെ. ഭഗവാന്റെ ഉത്തമ പ്രകൃതിയായ രാധാ റാണി ശക്തി അല്ലെങ്കിൽ അന്തരംഗ ശക്തി ആയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ അന്തരംഗ ശക്തിയുടെ സ്വാധീനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആത്മാവും അല്ലെങ്കിൽ ഈ ശരീരവും തമ്മിലുള്ള ബന്ധം എന്താണ്, വ്യത്യാസം എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പരമദിവ്യോത്തമ പുരുഷൻ സ്വയം തന്നെ ഭഗവത്ഗീതയിലൂടെ ആത്മാവിന്റെ ശാസ്ത്രം വ്യക്തമായി വിവരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളോട്. അപ്പൊ ഇനി അടുത്തത് 18ാമത്തെ ശ്ലോകം. ഇതുമെല്ലാം ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ശ്ലോകമാണ്. അതുകൊണ്ട് നമുക്ക് വേഗം എടുക്കാം. ഇനിയിപ്പം 2-3 ശ്ലോകങ്ങളൂടെ ഉണ്ട്. അന്തവന്ത ഇമേ ദേഹ നിത്യസോക്ത ശരീരിണ അനാശിനോ അപ്രമേയസ്യ തസ്മാദ്യുദ്യസ്വ ഭാരതാം. അന്തവന്ത ഇമേ ദേഹ നിത്യസോക്ത ശരീരിണ അനാശിനോ അപ്രമേയസ്യ തസ്മാദ്യുദ്യസ്വ ഭാരതാം. ഹരേ കൃഷ്ണ. സതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ വീട്ടിലില്ല പ്രഭു, എന്റെ കയ്യിൽ ഇപ്പൊ ബുക്കില്ല, കയ്യില്. ഞാൻ വീട്ടിലല്ല. ഹരേ കൃഷ്ണ. സുജന മാതാജി. അന്തവന്തയിമേ ദേഹ നിത്യശോക്ത ശരീരണാക്ക നാശിനോ അപ്രമേയസ്യ തസ്മാദ്യുദ്യസ്വ ഭാരതാം. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. അന്തവന്ത ഇമേ ദേഹ നിത്യശോക്ത ശരീരിണ അനാശിനോ അപ്രമേയസ്യ തസ്മാത് ഉദ്യസ്യ ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. നിത്യസ്യ ശാശ്വതനായി, അനാശിന നാശരഹിതനായി, അല്ലെ അപ്രമേയസ്യ അളക്കാനാവാത്ത, ശരീരണ ആത്മാവിന്റെ, ഇമദേഹ ഈ ദേഹങ്ങൾ, അന്തവന്ത നാശമുള്ളതാണ്, ഉത്വ പറയപ്പെട്ടിരിക്കുന്നു, തസ്മാത് അതുകൊണ്ട്, ഭാരത അല്ലയോ അർജുന, യുദ്ധസ്വ യുദ്ധം ചെയ്യുക. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്. ഈ ഭൗതിക ദേഹത്തിനെ നാശമുള്ളൂ, അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്, അപരിമേയനും നാശമില്ലാത്തവനുമാണ്. അതുകൊണ്ട് അർജുന നീ യുദ്ധം ചെയ്യുക. അപ്പം ഇവിടെ വീണ്ടും പറയുകയാണ്, ഈ പറയുന്ന നിന്റെ മുൻപിൽ അണിനിരന്നിരിക്കുന്ന ഈ പറയുന്ന പ്രഭാവന്മാരായിട്ടുള്ള നമ്മളുടെ പിതാക്കന്മാരും അല്ലെങ്കിൽ സഹോദരങ്ങളും അല്ലെങ്കിൽ പിതാമഹന്മാരും ഗുരുജനങ്ങളും ഒക്കെ നിൽക്കുന്നില്ലേ, അവരുടെ ശരീരം മാത്രമേ നശിക്കുകയുള്ളൂ, അവരുടെ ആത്മാവ് ശാശ്വതനാണ്, അവരൊരിക്കലും നശിക്കില്ല. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യാനായിട്ട് മടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറയുകയാണ്. ഈ ഭൗതിക ദേഹത്തിന് നാശമുള്ള, അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്. അതുകൊണ്ട് അവരൊരിക്കലും, അതായത് ഭീഷ്മർ ദേവരോ അതുപോലെ ദ്രോണാചാര്യരൊന്നും ഒരിക്കലും മരിക്കുന്നില്ല, അവരെന്നും ഉള്ളവരാണ്. അവരുടെ നമ്മൾ ഈ പുറമേ കാണുന്ന അവരുടെ ഭൗതിക ശരീരത്തിന് മാത്രമേ
നാശം സംഭവിക്കുകയുള്ളൂ. അപരിമേയനും നാശമില്ലാത്തവനുമാണ്. അതുകൊണ്ട് അർജുന നീ യുദ്ധം ചെയ്യും. അതുകൊണ്ട് നീ എന്തിനാണ് നീ വ്യസനിക്കുന്നതിന്റെ ആവശ്യമുണ്ടോ? കാര്യം അവരുടെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. ആത്മാവിനെ ആർക്കും കൊല്ലാൻ സാധിക്കത്തില്ല. അതിന്റെ ഭാവാർത്ഥം അതിന്റെ ഭാവാർത്ഥം രാധിക മാതാജി അല്ല പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: ഭൗതിക ദേഹത്തിന് നാശം സ്വാഭാവികമത്രേ. അത് പെട്ടെന്ന് സംഭവിച്ചേക്കാം, 100 കൊല്ലങ്ങൾക്ക് ശേഷവുമാകാം. സമയത്തിന്റെ പ്രശ്നമേ ഉള്ളൂ. എന്നത്തേക്കും അതിനെ നിലനിർത്തുക എന്നത് സാധ്യമല്ല തന്നെ. പക്ഷെ ജീവാത്മാവിനെ ശത്രുക്കൾക്ക് കൊല്ലാനാവില്ലെന്ന് മാത്രമല്ല, അണ്വത്വം കൊണ്ട് കാണാൻ തന്നെ കഴിയുകയുമില്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രതിപാദിച്ച പോലെ ആർക്കും അളക്കുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ അത് അത്രയും ചെറുതാണ്. അപ്പോൾ ജീവാത്മാവിനെ ഹിംസിക്കാനോ ദേഹത്തെ എത്ര കാലം വേണമെങ്കിലും നിലനിർത്തി പോരാനോ സാധ്യമല്ലാത്ത സ്ഥിതിക്ക് വിലാപം കൊണ്ട് ഫലമില്ല. ഭഗവത് അംശവും അണുമാത്രനുമായ ജീവാത്മാവിന് തന്റെ കർമ്മം അനുസരിച്ചാണ് ഭൗതിക ശരീരം ലഭിക്കുന്നത്. അതുകൊണ്ട് ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന കർമ്മങ്ങൾ നിറവേറ്റിയേ മതിയാവൂ. പരമജ്യോതിസിന്റെ വിഭിന്നാംശമാകയാൽ ജീവാത്മാവിനെ വേദാന്ത സൂത്രത്തിൽ ജ്യോതിസായി വർണ്ണിച്ചിരിക്കുന്നു. സൂര്യപ്രകാശം പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് പോലെ ആത്മാവിന്റെ തേജസ് ഭൗതിക ദേഹത്തെയും പുലർത്തിപ്പോരുന്നു. ജീവാത്മാവ് വിട്ടുപോയാൽ ഉടനെ ശരീരം ജീർണിക്കുകയായി. അതുകൊണ്ട് അതിനെ നിലനിർത്തി പോരുന്നത് ജീവാത്മാവാണ്. ഈ ഭൗതിക ശരീരത്തിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല. ഭൗതിക ശരീര പരിഗണനകൾക്കായി മതാചാരങ്ങൾ ഉപേക്ഷിക്കാതെ യുദ്ധം ചെയ്യാനാണ് ഭഗവാൻ അർജുനനോട് ഉപദേശിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഭൗതിക ശരീരത്തിനുള്ള ആ ഒരു നശ്വരത്വമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ ജീവാത്മാവിനെ നമുക്ക് ഒരിക്കലും ജീവാത്മാവ് അത്ര വളരെ ചെറുതാണല്ലേ. ഒരാളെ നമ്മൾ വധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ശരീരവും അദ്ദേഹത്തിന്റെ കർമ്മഫലങ്ങളും ആണ് അപ്പോൾ അവിടെ തീരുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഒരിക്കലും നമുക്ക് മുറിവേൽപ്പിക്കാനോ ആയുധം കൊണ്ട് പരിക്കേൽപ്പിക്കാനോ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരാളെ കൊല്ലാനായിട്ടല്ല ഭഗവാൻ ഉദ്ദേശിച്ചത്. അതാണ് ആൾക്കാരെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഭഗവാൻ എന്താണ് ആൾക്കാരെ കൊല്ലാനായിട്ട് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്കിപ്പോൾ മനസ്സിലാകത്തില്ല. കാര്യം എന്താണ്? ഇത് ഭഗവാൻ നേരിട്ട് വന്നിട്ട് അർജുനനോട് പറയുന്നതാണ് അല്ലെ. നീ ചെയ്യൂ, ഇതിന്റെ എല്ലാം കുറ്റം പരാതിയും പരിഭവം എല്ലാം ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ് അല്ലെ. ഇതൊരു കുറ്റമാണെന്ന് വിചാരിക്കുവാണെങ്കിൽ അതെല്ലാം അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു എന്ന് വരെ അർജുനനോട് പറയുന്നുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ എന്താണ് ശരിക്കും ഭഗവാൻ പറഞ്ഞു വരുന്നത് ഈ ആത്മാവിന്റെ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാനൊരു ക്ലാസ്സിലായിരുന്നല്ലോ. പിന്നെ വിളിക്കാം. ഞാനൊരു ക്ലാസ്സിലാണ് കേട്ടോ. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ഇല്ല. ഭൗതിക ശരീരത്തിനെ നാശമുള്ളൂ, ആത്മാവിന് ഒരിക്കലും നാശമില്ല. അപ്പൊ ജീവാത്മാവിന്റെ ആ തേജസ് ഭൗതിക ദേഹത്തെയും പുലർത്തി പോരുന്നു. ജീവാത്മാവ് വിട്ടുപോയാലുടനെ തന്നെ ശരീരം എന്താണ് ജീർണിക്കുകയായി അല്ലെ. ജീവാത്മാവ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ മണവും വന്ന് പുഴുക്കളൊക്കെ അരിച്ചിട്ട് അങ്ങനെ മോശമായൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുവാണല്ലേ. അപ്പോൾ ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അതിനെ എവിടെയെങ്കിലും കുഴിച്ചിടാനായിട്ട് ശ്രമിക്കും. നമ്മൾ വെച്ചുകൊണ്ടിരിക്കത്തില്ല. നമ്മുടെ എത്ര പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കത്തില്ല. കാര്യം നമ്മൾ പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞ് ആ ഒരു വ്യക്തി എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ആത്മാവായിരുന്നു. അത് അവിടുന്ന് വിട്ടുപോയി അല്ലെ. അപ്പൊ പിന്നെ ആ കിടക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ആ ഒരു ഉടുപ്പ് മാത്രം, അല്ലെങ്കിൽ ആ ഒരു താൽക്കാലികമായിട്ട് ഈ ഒരു ലൈഫ് ടൈമിലേക്ക് തന്ന ഒരു ശരീരം മാത്രമായിരുന്നു നമ്മൾ ഇത്രയും നാളും കണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അനുഭവിച്ചു പോന്നുകൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ ഈ ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ ഒരു പുഷ്പത്തിൽ എങ്ങനെ സുഗന്ധം ഇരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ, ഒരു കാറ്റിൽ എങ്ങനെ സുഗന്ധം ഇരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇത് അങ്ങനെ ആ ഒരു ഇഴുകിച്ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ പ്രാണനോട് കൂടി, നമ്മളുടെ പ്രാണവായുവിനോട് കൂടി ഇഴുകിച്ചേർന്ന് നിൽക്കുകയാണ് നമ്മളുടെ ഹൃദയത്തിൽ. അപ്പൊ അങ്ങനെ ആ ജീവാത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ ആ ഒരു ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീർണാവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഭൗതിക ശരീര പരിഗണനകൾക്കായി മതാചാരങ്ങൾ ഉപേക്ഷിക്കാതെ യുദ്ധങ്ങൾ ചെയ്യാനാണ് ഭഗവാൻ അർജുനനോട് ഇവിടെ ഉപദേശിക്കുന്നത്. ഞാനത് 19ാമത്തെ ശ്ലോകം. നയേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 19. യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീലപ്രഭാത്. യാതൊരുവൻ ഏനം ഇവനെ ഹന്താരം ഹന്താവെന്ന് വേത്തി അറിയുന്നു, കിംച തന്നെയല്ല, യാതൊരുവൻ ഏനം ഇവനെ ഹതം ഹതനെന്ന് വേത്തി അറിയുന്നു, തൗ ഉഭൗ ആ രണ്ടുപേരും ന വിജാനീത ഒരിക്കലും അറിയുന്നില്ല, അയം ഇവൻ ന ഹന്തി ഹനിക്കുന്നില്ല, ന ഹന്യതേ കൊല്ലപ്പെടുന്നില്ല. ശ്രീലപ്രഭാതയുടെ വിവർത്തനം. ജയ ശ്രീലപ്രഭാത്. ജീവാത്മാവ് കൊല്ലപ്പെടുന്നോ ആരെയെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്നവൻ ജ്ഞാനിയല്ല. ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ഇല്ല. അപ്പം ഇവിടെ പറയുന്ന ആ ഒരു ഭഗവാൻ പറയുന്ന ശാസ്ത്രം ഒന്നുകൂടെ മനസ്സിലാക്കി നോക്കി. ജീവാത്മാവ് കൊല്ലപ്പെടുന്നുവെന്നോ ആരെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്നവൻ ജ്ഞാനിയല്ല. അപ്പം ജീവാത്മാവ് ഒരിക്കലും കൊല്ലപ്പെടത്തില്ല. ജീവാത്മാവിനെ ആർക്കും കൊല്ലാനായിട്ട് ഒരു ആയുധങ്ങൾ കൊണ്ടോ ഒന്നും പരിക്കേൽപ്പിക്കാനോ കൊല്ലാനോ സാധിക്കത്തില്ല. ആ ഒരു ജീവാത്മാവ് ആരെങ്കിലും കൊല്ലുമെന്നോ നമുക്ക് കരുതാൻ പറ്റത്തില്ല. ജീവാത്മാവിന് ഒരിക്കലും ഒരാളെ കൊല്ലാൻ സാധിക്കില്ല. ആത്മാവിന് എന്താണ്? ഒരു ശരീരത്തിൽ കയറിയിരുന്നാൽ മാത്രമേ ആത്മാവിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പൊ അതുകൊണ്ട് ആത്മാവ് ഉള്ളത് കൊണ്ടാണ് ശരീരം പ്രവർത്തിക്കുന്നതിൽ ആത്മാവല്ല അത് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലേ? അപ്പൊ അങ്ങനെ കരുതുന്നവൻ ജ്ഞാനിയല്ല. അതായത് ആത്മാവാണ് കൊല്ലുന്നതെന്നും അല്ലെങ്കിൽ ആത്മാവ് കൊല്ലപ്പെടുമെന്നും ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ ജ്ഞാനിയല്ല. ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ഇല്ല. ഒരു ആത്മാവിന് ഒരിക്കലും ഒരാളെ കൊല്ലാൻ സാധിക്കത്തുമില്ല. കാര്യം അതെന്താണ്? അത്രയ്ക്ക് വലിപ്പമല്ലേ ആത്മാവിനുള്ളൂ. നമ്മളിപ്പം ആ ആത്മാവിനെ പറ്റി മനസ്സിലാക്കിയില്ല. ആ അത്രയും ചെറിയ ഒരു ആത്മാവിന് ഒരാളെ കൊല്ലാനോ അതുപോലെ തന്നെ മരണപ്പെടാനോ സാധിക്കത്തില്ല. കാര്യം അത് അത്രയ്ക്ക് ചെറിയ ഒരു സാധനമാണ്, അല്ലേ? ഈ പ്രാണനോട് കൂടി എങ്ങനെ ചേർന്നിരിക്കുന്ന ഒരു സാധനം. പക്ഷെ അതില്ല എങ്കിൽ എന്താ പറഞ്ഞ ഈ ശരീരത്തിന് ഒന്നും ചെയ്യാനും സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത് ആത്മാവിന്റെ ശാസ്ത്രം. കുറച്ചുകൂടെ അങ്ങ് ഈ 72 ശ്ലോകം വരെയുള്ളൂ. നമ്മൾ ഇവിടെ 19 എത്തിയതേ ഉള്ളൂ. ഈ ഇത്രയും ശ്ലോകങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഇനി കുറച്ച് കഴിഞ്ഞാൽ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിലേക്ക് എത്തിച്ചേരും. അതുവരെ ആത്മാവിനെ പറ്റിയുള്ള കാര്യങ്ങൾ തിരിച്ചും പറിച്ചും അത്രയ്ക്ക് വ്യക്തമാക്കുവാണ്. അതൊരു വളരെ വളരെ സാധാരണപ്പെട്ട ഒരു ആൾക്കും കൂടെ ആത്മാവിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാകത്തക്ക രീതിയിൽ ഭഗവാൻ അത്ര ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഭാവാർത്ഥം ഒന്ന് വായിക്കൂ മാധവി രാധാമാതാജി. കേൾക്കുന്നില്ല. ഇതിന്റെ ഭാവാർത്ഥം കൃഷ്ണകുമാരി മാതാജി വായിച്ചോളൂ. സുജന മാതാജി വായിച്ചോളൂ. ഭാവാർത്ഥം. ആ ജീവനുള്ള ശരീരത്തിൽ മാരകായുധങ്ങൾ ഏറ്റാലും അത് ഇട്ടുകൊള്ളുന്ന ആത്മാവ് മരിക്കില്ല. ഭൗതികമായ ആയുധങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാത്ത വിധം അതിസൂക്ഷ്മമാണ് ജീവാത്മാവ്. അതിനുള്ള തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്.
ആത്മീയ ഘടന കൊണ്ട് തന്നെ ജീവാത്മാവെ അബദ്ധ്യനാണ്. കൊന്നതായി കരുതുന്നതോ ശരീരം മാത്രമാണ്. ശാരീരിക ഹിംസയെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഇതുകൊണ്ട് ചെയ്യുന്നത്. ആ ഹിംസ സർവഭൂതാനി ഒന്നിനെയും ഹിംസിക്കരുത് എന്നത്രേ വേദോക്തി. ജീവൻ കൊല്ലപ്പെടുന്നില്ല എന്ന ധാരണ എന്തു ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആധികാരികമല്ലാത്ത നിലയിൽ ഏത് ജീവി ഹിംസിക്കുന്നതും നികൃഷ്ടമാണ്. ഭഗവൻ നീതി അനുസരിച്ചും രാഷ്ട്രീയ രീതി അനുസരിച്ചും ശിക്ഷാർഹമാണ്. എന്നാൽ അർജുനനാകട്ടെ മതാനുശാസനം അനുസരിച്ചാണ് ഹിംസയിൽ വ്യാപിച്ചത്, തന്നിഷ്ടപ്രകാരമല്ല. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജീവനുള്ള ശരീരത്തിൽ മാരകായുധങ്ങൾ ഏറ്റാലും അതിൽ കുടികൊള്ളുന്ന ആത്മാവ് മരിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കി പറയുന്നു. ഭൗതികമായ ആയുധങ്ങൾ കൊണ്ട് ഹിംസിക്കാൻ കഴിയാത്ത വിധ അതിസൂക്ഷ്മമാണ് ജീവാത്മാവ്. ആത്മീയ ഘടന കൊണ്ട് തന്നെ ജീവാത്മാവ് അബദ്ധ്യനാണ്. അതിന്റെ ഘടന കൊണ്ട് തന്നെ കൊന്നതായി കരുതുന്നതോ ശരീരം മാത്രമാണ്. ശരീരത്തിനെ മാത്രമാണ് മുറിവേൽപ്പിക്കാനോ കൊല്ലാനോ ഒക്കെ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ശരീരം കൊണ്ട് മാത്രമേ മറ്റൊരാളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ആത്മാവിന് ഇതൊന്നും സാധിക്കത്തില്ല. ശാരീരിക ഹിംസ അതുകൊണ്ടാണല്ലോ നമ്മൾ പലരും പ്രേതബാധയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേതത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശരീരമില്ല, ഒരു ആത്മാവ് മാത്രമാണ്. ആത്മാവും അവബോധമായിട്ടാണ് ഈ മോക്ഷം കിട്ടാത്ത ആത്മാക്കൾ നമ്മളുടെ ചുറ്റും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? നമ്മൾ ഈ പ്രേതബാധയുള്ള ശരീരത്തിൽ ആൾക്കാർ ഈ വെള്ളസാരി കൊടുത്ത് വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കാണുന്ന ഈ സിനിമയിലും സീരിയലിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലേ. അവർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? ഒരു ശരീരം സ്വീകരിച്ചാൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. അവര് മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം, എന്ത് കാരണം കൊണ്ടാണോ അവർ കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്, അതിന്റെ ഇടയായിട്ടുള്ള ആൾക്ക് ഒരു പതനം കാണുന്നിടം വരെ അവർക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് സാധിക്കത്തില്ല. അവർക്ക് യമലോകത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കത്തില്ല. യമലോകത്തിൽ എത്തിപ്പെട്ട് പിന്നെ അവർ ഈ ചെയ്ത പ്രവൃത്തിക്കുള്ള എത്രയോ ഫലങ്ങൾ, എത്ര നരകങ്ങളിലൊക്കെ പോയിട്ട് എത്ര കാലം നടന്നു കഴിഞ്ഞാലാണ് അവർക്കൊരു ശരീരം പിന്നെ കിട്ടുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് കൊല്ലപ്പെടുന്നതോ അല്ലെങ്കിൽ സ്വമേധ ആത്മാവിനെ ഇറക്കി വിടുന്നതോ വളരെ വലിയ പാതകമാണ്. കാര്യം അവര് ഒരുപാട് നാൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. അപ്പൊ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാണ്ട് പറ്റുമോ? ഇല്ല. അവർക്കൊരു ശരീരം സ്വീകരിക്കേണ്ടി തന്നെ വരും. ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ മനസ്സ് വളരെ വീക്കായിട്ടുള്ള ആരുടെയെങ്കിലും ശരീരത്തിലേക്ക് കയറുന്നു. അപ്പോഴാണ് ഡിവൽ പേഴ്സണാലിറ്റി വരുന്നത് അല്ലേ. ബാധ കയറി എന്ന് പറയത്തില്ലേ. നമ്മൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോഴത്തേനും കാണാമല്ലോ ഒരുപാട് പേര് ആണി തറയ്ക്കാനും ഒക്കെ വന്നിരിക്കുന്നത്. വളരെ ലോലമായ ഹൃദയമുള്ള ആൾക്കാരിലേക്ക് ഈ ആത്മാവിന് ഇതേപോലെയുള്ള ഓരോ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രേതാത്മാക്കൾ വന്ന് കയറുമ്പോഴാണ് ഈ ബാധ കയറി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഒന്നിനെ ഹിംസിക്കരുത് എന്നത്ര വേദോക്തി. ജീവൻ കൊല്ലപ്പെടുന്നില്ല എന്ന ധാരണ ജന്തുഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആധികാരികമല്ലാത്ത നിലയിൽ ഏത് ജീവിയെ ഹിംസിക്കുന്നതും നിഷ്കൃഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയും കൊല്ലുന്നില്ലല്ലോ, അവരുടെ ശരീരത്തെയല്ലേ കൊല്ലുന്നതെന്ന് ഉള്ള എക്സ്ക്യൂസ് എടുത്തിട്ട് ഭഗവാൻ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ ജീവികളെ കൊല്ലുവാണ്. ഞാൻ അതിന്റെ ആത്മാവിനെ കൊന്നില്ലല്ലോ, ശരീരത്തെ അല്ലേ കൊന്നുള്ളൂ എന്ന് പറയുന്നത് അത് നികൃഷ്ടമാണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഭഗവത്ഗീത അനുസരിച്ചിട്ടും രാഷ്ട്രീയ നീതി അനുസരിച്ച് ശിക്ഷാർഹമാണിത്. എന്നാൽ അർജുനനാകട്ടെ മതാനുശാസനം അനുസരിച്ചിട്ടാണ് ഹിംസയിൽ വ്യാപിച്ചിരിക്കുന്നത്, തന്നിഷ്ടപ്രകാരമല്ല. അർജുനൻ പറഞ്ഞ കുറെ ശാസ്ത്രങ്ങളുടെ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അർജുനൻ നമ്മൾ കണ്ടത്. ഒന്നാമത്തെ അധ്യായത്തിൽ കുറെ തത്വങ്ങളൊക്കെ പറഞ്ഞല്ലേ. കുറെ പറഞ്ഞ സ്ത്രീകളൊക്കെ ഭർത്താക്കന്മാരില്ലാതായി മാറും, അങ്ങനെ ഈ കുലനാശം സംഭവിക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ അർജുനൻ നിരത്തിയിട്ടുണ്ട് ഒന്നാമത്തെ അധ്യായത്തിൽ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ഭഗവത്ഗീത അനുസരിച്ചിട്ട് ഈ പറയുന്നത് ഈ കൊലപാതകം ഒരു ശിക്ഷയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഭഗവാൻ അദ്ദേഹത്തിന്റെ കർത്തവ്യം ചെയ്യാനായിട്ടാണ് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീട് നിന്റെ നിയത കർമ്മം എന്താണെന്ന് അത് ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ല കൊല്ലാനായിട്ടല്ല പറയുന്നത്, നീ നിന്റെ കർത്തവ്യം ചെയ്യൂ എന്ന് ഓർമ്മപ്പെടുത്തുവാണ്. 20ാമത്തെ ശ്ലോകം ന ജായതേ മ്രിയതേ വാ കദാചി ന്യായം ഭൂത്വാ ഭവിതാവാ ന ഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാന്യ ശരീരേ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. എനിക്ക് തോന്നുന്നത് 108 ഇമ്പോർട്ടന്റ് ശ്ലോകങ്ങളിൽ വരുന്നതാണോ എന്നൊരു സംശയമുണ്ട്.
കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന്. അതുകൊണ്ട് എനിക്ക് സംശയമാണ്, ഉള്ളതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ന ജായതേ മ്രിയതോ വാ കദാപി ന്യായം ഭൂത്വാ ഭവിതാവാൻ ന ഭൂയോ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ന ജായതേ മ്രിയതേ വാ കദാചിന്യായം ഭൂക്ത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ വിവർത്തനം ജയ ശ്രീലപ്രഭാത്. അയം ഇവൻ അല്ലെങ്കിൽ ആത്മാവ് കഥാചിത് ഒരിക്കലും ന ജായതേ ജനിക്കുന്നില്ല, ന വാ മ്രിയതേ മരിക്കുകയും ചെയ്യുന്നില്ല, അയം ഇവൻ ഭൂത്വ ആവിർഭവിച്ചിട്ടോ അല്ലെങ്കിൽ ഉണ്ടായിട്ടോ, ന ഭാവിതോ ആവിർഭവിക്കുകയോ ജനിക്കുകയോ ചെയ്യുന്നില്ല, അജ അജനും ജനനരഹിതനും നിത്യ നിത്യനും ശാശ്വത ശാശ്വതനും പുരാണ പണ്ടേ ഉള്ളവനുമായ അയം ഇവൻ ശരീരേ ശരീരം ഹന്യമാനെ ഹനിക്കപ്പെടുമ്പോൾ ന ഹന്യതേ ഹനിക്കപ്പെടുന്നില്ല. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ വിവർത്തനം ജയ ശ്രീലപ്രഭാത്. ആത്മാവിന് ഒരിക്കലും ജന്മമരണങ്ങളില്ല, അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാകുകയുമില്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനുമാണ്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണം ഉണ്ടാകുന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് അല്ലേ. ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങളില്ല, അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നുമില്ല. അതെന്തുകൊണ്ടാണ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ ശാശ്വത അംശമാണല്ലോ. ഭഗവാൻ തന്നെ എപ്പോഴും ഉള്ള ആളാണല്ലോ. ഭഗവാൻ അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ അല്ലേ. നമ്മൾ ഈ കണ്ട വസുദേവരോ ദേവകിയോ അതൊക്കെയാണോ ഭഗവാന്റെ അച്ഛനമ്മമാര്? കാര്യം ഭഗവാന് ഒരിക്കലും ഒരു അച്ഛനോ അമ്മയോ ഇല്ല അല്ലേ. അദ്വൈതം അച്യുതം അനന്തം അനാദിരൂപം ആദ്യം പുരാണ പുരുഷം നവ യൗവനം ച വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തോ ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി എന്നാണ് പറയുന്നത്. അദ്വൈതം ആണ്, അച്യുതനാണ്, അനാദി, ആദ്യമില്ല അന്ത്യമില്ല അല്ലേ. ആദ്യം പുരാണ പുരുഷം, ഏറ്റവും ആദ്യത്തെ പുരാണ പുരുഷനാണ്. അപ്പൊ ഭഗവാൻ അച്ഛനും അമ്മയുണ്ടോ? ഭഗവാനാണ് എല്ലാവരുടെയും അച്ഛനും അമ്മയും അല്ലേ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ആ ഭഗവാന്റെ അംശമായതുകൊണ്ട് എന്താ അത് ഉണ്ടായിട്ടേ ഇല്ല, അതുകൊണ്ട് ഭാവിയിൽ ഉണ്ടാകുകയുമില്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണ്. ആത്മാവ് ഭഗവാന്റെ പരമാത്മാവിന്റെ അംശമായതുകൊണ്ട് അതെന്താണ്, എത്രയോ നാൾ തൊട്ടേ ഈ ആത്മാവ് ഉണ്ടായിരുന്നു, നമ്മൾ ഭഗവാന്റെ ധാമത്തിലായിരുന്നു എന്ന് നമ്മൾ പഠിച്ചല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് എന്താണ്, അത്ര പുരാതനും ശാശ്വതനും പ്രാചീനനുമാണ്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണവും ഉണ്ടാകുന്നില്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുവാണ്. അതിന്റെ ഭാവാർത്ഥം ഞാൻ വായിക്കാം മാതാജി, രാധാമാതാജി വായിച്ചോളൂ. പരമപുരുഷന്റെ സൂക്ഷ്മാണുപ്രായങ്ങളായ ആത്മാക്ക ഗുണങ്ങൾ പരമാത്മാവിനെ പോലെയാണ്. ശരീരത്തിനെന്ന പോലെ അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. ആത്മാവ് കൂടസ്ഥൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. 6 വിധം മാറ്റങ്ങൾക്ക് അധീനമാണ് ശരീരം. അത് അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുക്കുന്നു. കുറച്ചു ദിവസങ്ങൾ അവിടെ കഴിച്ചു കൂട്ടിയ ശേഷം ഭൂമിയിൽ ജനിക്കുന്നു, വളരുന്നു, ചിലതെല്ലാം ചെയ്യുന്നു, ക്ഷയിക്കുന്നു, കാലയവനികൾക്കുള്ളിൽ മറയുന്നു. ആത്മാവാകട്ടെ ഇത്തരം മാറ്റങ്ങൾക്ക് വിധേയനല്ല, ജനിക്കുന്നതുമില്ല. ആത്മാവ് ഒരു ശരീരം കൈക്കൊള്ളുന്നത് കൊണ്ട് ആ ശരീരമാണ് പിറക്കുന്നത്. ഇവിടെ ജനിക്കുന്നതും മരിക്കുന്നതും ആത്മാവല്ല. ജനനമുള്ളത് എന്തിനും മരണമുണ്ട്. ആത്മാവിന് ജനനമില്ലാത്തതിനാൽ ഭൂതം, ഭാവി, വർത്തമാനം എന്നീ കാലഭേദങ്ങളും ഇല്ല. ശാശ്വതനും ആദിമനുമാണ് ആത്മാവ്. അതിന്റെ ഉത്പത്തി എന്താണെന്ന് ചരിത്രത്തിന് അറിഞ്ഞുകൂടാ. ദേഹാവബോധത്താൽ ആത്മാവിന്റെ ജനനാദികളെ കുറിച്ച് നാം അന്വേഷിക്കുന്നു. ശരീരത്തിനെ എന്ന പോലെ ആത്മാവിനെ ഒരിക്കലും വാർദ്ധക്യം ബാധിക്കാറില്ല. അതുകൊണ്ട് കിഴവനെന്ന് കരുതപ്പെടുന്ന ആൾക്ക് തനിക്ക് ബാല്യത്തിലും യൗവനത്തിലും ഉണ്ടായിരുന്ന അതേ ആവേശം ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു. ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ആത്മാവിനെ ബാധിക്കില്ല. ഏതെങ്കിലും ഭൗതിക വസ്തുവിനെ പോലെയോ ഒരു പടുമരത്തെ പോലെയോ ആത്മാവ് ക്ഷയിക്കുന്നില്ല. ആത്മാവിന് ഉപോത്പന്നങ്ങളുമില്ല. ശരീരത്തിന്റെ ഉപോത്പന്നങ്ങളായ സന്താനങ്ങളും വെവ്വേറെ ആത്മാക്കൾ അത്രേ. ശാരീരിക ബന്ധം കൊണ്ട് അവർ ഒരു പ്രത്യേക വ്യക്തിയുടെ മക്കൾ എന്നറിയപ്പെടുന്നു. ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണ് ശരീരം വളരുന്നതെങ്കിലും ആത്മാവിന് ഉൽപ്പന്നങ്ങളില്ല.
മാറ്റവുമില്ല. അതുകൊണ്ട് 6 ശാരീരിക പരിണാമങ്ങളിൽ നിന്ന് മുക്തനാണത്. ഈ പദ്യം വായിക്കണ മാതാജി വായിച്ചോളൂ. കടോദരി ഈ പദ്യത്തിൽ പറഞ്ഞു: ന ജായതേ മൃതേ വാ വിവച്ഛിന്നായം കുതച്ഛിന്ന ബഹുവ കശ്യേ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഈ പദ്യത്തിന്റെ പൊരുളും വ്യാഖ്യാനവും ഭഗവത്ഗീതയിലെ ശ്ലോകത്തിലുള്ളതുപോലെ തന്നെ വിവശിത് എന്ന പദം മാത്രമേ ഭിന്നമായിട്ടുള്ളൂ. വിജ്ഞാനമയനാണ് ആത്മാവ്, സദാ ബോധമുള്ളവനാണ്. അതുകൊണ്ട് അവബോധം ആത്മാവിന്റെ ലക്ഷണമാണ്. ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആത്മാവിനെ ഒരാൾക്ക് കണ്ടെത്താനാവില്ലെങ്കിലും അവബോധത്തിന്റെ സാന്നിധ്യം കൊണ്ട് ആത്മാവ് അവിടെയുണ്ടെന്ന് മനസ്സിലാക്കാം. ആകാശത്തിൽ സൂര്യനുണ്ടെങ്കിലും ചിലപ്പോൾ മേഘങ്ങളുടെ മൂട കൊണ്ടോ മറ്റോ കണ്ടില്ലെന്ന് വരാം. എങ്കിലും സൂര്യപ്രകാശം എപ്പോഴും ഉള്ളത് കൊണ്ട് പകൽ സമയമാണ് നാം അറിയുന്നു. പുലരുന്നതിന് മുൻപ് ആകാശത്തെ തെല്ലൊരു വെളിച്ചം കണ്ടാൽ സൂര്യൻ ഉദിക്കുകയാണെന്ന് നമുക്കറിയാം. എല്ലാ ശരീരത്തിലും മനുഷ്യന്റേതാകട്ടെ മൃഗത്തിൻ്റെതാകട്ടെ അവയിലൊക്കെയും ബോധമുള്ളത് കൊണ്ട് ആത്മാവിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാം. ജീവാത്മാവിന്റെ ഈ ബോധം സർവോത്തമ അവബോധത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭൂതവർത്തമാന ഭാവികളെ സംബന്ധിച്ച് സർവവിജ്ഞാനവും ഉൾക്കൊള്ളുന്നതത്രേ. ഈ സർവോത്തമ അവബോധം ഓരോ ജീവാത്മാവിന്റെയും അവബോധം മറവിക്ക് വിധേയമാണ്. അങ്ങനെ തന്റെ മൂലസ്വരൂപം മറന്നു പോകുമ്പോൾ കൃഷ്ണൻ നൽകുന്ന അമൃത സമർപ്പിഷ്ട പാഠങ്ങളിലൂടെ ആത്മാവ് ഉത്ബുദ്ധനാകുന്നു. മറവിയിലുള്ള ആത്മാവിനെ പോലെയല്ല ശ്രീകൃഷ്ണൻ. അങ്ങനെയാകിൽ ഭഗവാന്റെ ഗീതോപദേശം വ്യർത്ഥമാകുമായിരുന്നു. ആത്മാക്കൾ 2 വിധമുണ്ട്: അണു ആത്മാവ്, വിഭു ആത്മാവ്. അണുമാത്രനായതും മഹത്തായ വിഭുവായതും ഇത് കഠോപനിഷത്തിലും ഊന്നി പറഞ്ഞിട്ടുണ്ട്. അണോരണീയൻ മഹതോ മഹീയാന ആത്മസ്യ ജന്തോ നിഹിതോ ഗുഹായ തമക്രതു പശ്യതി വീതശോകോ ധാതു പ്രസാദാൻ മഹിമാനം ആത്മന. പരമാത്മാവും അണുമാത്രനായ ജീവാത്മാവും ശരീരമാകുന്ന ഒരേ വൃക്ഷത്തിൽ ജീവസത്തയുടെ ഹൃദയാന്തർഭാഗത്ത് കുടികൊള്ളുന്നു. ഭൗതികങ്ങളായ എല്ലാ ആഗ്രഹങ്ങളും ശോകങ്ങളും അകറ്റിക്കഴിഞ്ഞ വ്യക്തിക്ക് മാത്രമേ ഭഗവാന്റെ കാരുണ്യത്താൽ ആത്മാവിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയൂ. തുടർന്നുള്ള അധ്യായങ്ങൾ വിവരിക്കുന്നത് പോലെ പരമാത്മാവിന്റെയും പ്രഭസ്ഥാനമാണ് കൃഷ്ണൻ. എന്നാൽ അർജുനനാകട്ടെ തന്റെ സ്വാഭാവിക അവസ്ഥ മറന്നുപോയ അണുമാത്രനായ ജീവാത്മാവും. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃഷ്ണനാൽ അഥവാ കൃഷ്ണന്റെ വിശ്വസ്യനായ ഒരു പ്രതിനിധിയാൽ ഉത്ബുദ്ധനാകേണ്ടിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പൊ നമ്മള് ഇവിടെ കണ്ടത് ആത്മാവിന് ജന്മമരണങ്ങളില്ലാന്ന് കണ്ടല്ലേ. അപ്പോ ആത്മാക്കൾ ഗുണങ്ങളിൽ പരമാത്മാവിനെ പോലെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം. അതുപോലെ തന്നെ ശരീരത്തിന് എന്ന പോലെ ആ മാറ്റങ്ങളൊന്നും വാർദ്ധക്യമൊക്കെ ആത്മാവിനെ ബാധിക്കുമോ? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. ശരീരത്തിന് മാത്രമേ ഈ അവസ്ഥയുള്ളൂ. ആത്മാവ് എപ്പോഴും എന്താണ്? നിത്യനാണ്, അല്ലെങ്കിൽ മാറ്റമില്ലാതെ തുടരുന്നു അല്ലെ. അതുപോലെ ഈ പറയുന്ന മാറ്റങ്ങൾക്കൊന്നും, ഈ ഭൗതിക പ്രകൃതിയുടെ മാറ്റങ്ങളോ അല്ലെങ്കിൽ ശരീരത്തിന്റെ അവസ്ഥയ്ക്കൊന്നും, വ്യതിയാനത്തിനൊന്നും ആത്മാവ് നിന്ന് കൊടുക്കുന്നില്ല. കാര്യം ആത്മാവിനെ അതൊന്നും ബാധിക്കുന്നില്ല. കാലഭേദങ്ങളില്ല, ഒന്നുമില്ല അല്ലെ. അപ്പൊ ആത്മാവിനെ ഒരിക്കലും വാർദ്ധക്യം ബാധിക്കുന്നില്ല. അതുകൊണ്ട് കിഴവൻ എന്ന് കരുതപ്പെടുന്ന ആൾക്ക് തനിക്ക് ബാല്യത്തിലും യൗവനത്തിലും ഉണ്ടായിരുന്ന അതേ അവസ്ഥ ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം നമ്മൾ വാർദ്ധക്യാവസ്ഥയിൽ എത്തുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു സത്യം മനസ്സിലാകുന്നുണ്ട്. നമുക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്ന് തോന്നും. ചിലരൊക്കെ പറയുന്നത് ഞാൻ ഒരു 55 അല്ലെങ്കിൽ 70 വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്യും, കൃഷ്ണാബോധത്തിലേക്ക് വരാം, ഇപ്പൊ എനിക്ക് ആസ്വദിക്കണം, എൻജോയ് ചെയ്യണം, എനിക്ക് കുറെ ഇതൊക്കെ കടിച്ചു വലിച്ച് നല്ല എൻജോയ് ചെയ്ത് ലോകം മുഴുവനൊക്കെ കറങ്ങി നടക്കണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ വിചാരിക്കുന്നുണ്ടോ അവർക്ക് ഈ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും അവരുടെ ശരീരത്തിന്റെ അവസ്ഥ എന്നല്ലേ? എണീറ്റ് നടക്കാൻ പറ്റുമോ? ഒരുപാട് ആഗ്രഹങ്ങളാണുള്ളത് അല്ലേ. വാർദ്ധക്യ സമയമായി കഴിയുമ്പോൾ കുട്ടികളുടെ ആ ഒരു രീതിയാണ്. ഒരുപാട് ആഗ്രഹങ്ങളാണ്, ശാഠ്യങ്ങൾ, അതും ഇതുമെല്ലാം. ബാല്യവും വാർദ്ധക്യവും ഒരേപോലെ തന്നെയാണ് അല്ലെ. ബാല്യത്തിൽ കുട്ടികളൊക്കെ നമ്മുടെ പരിചരണവും ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര വാശി പിടിക്കുന്നു, അതേപോലെ തന്നെ വാർദ്ധക്യത്തിലുള്ളവരും അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ ആർക്കുണ്ട് ഇപ്പം വാർദ്ധക്യാവസ്ഥയിലുള്ള ആൾക്കാരെ നോക്കാനും ഒക്കെ സമയം?
നമ്മളെല്ലാവരും എന്താണ് ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡിന്റെ പുറകെ പോയി നിൽക്കുന്ന ആൾക്കാരാണല്ലോ അല്ലെ. ആ, മകനും മകളും മരുമകളും ഒക്കെ ജോലിക്കും പോയി കഴിഞ്ഞിട്ട് വയസ്സായ ആൾക്കാരുണ്ട്. അവർക്ക് പക്ഷെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ കാലും കൈയും പൊങ്ങില്ല, അനങ്ങില്ല. അവിടെ പോകണമെന്ന് ഇവര് സിനിമ കാണാൻ പോകുമ്പോൾ ഒക്കെ സിനിമ കാണാൻ പോകണമെന്ന് കാര്യം ഉള്ളിലിരിക്കുന്ന ആത്മാവിന് എന്താണ് പ്രായമാകുന്നില്ല. ശരീരത്തിന് മാത്രമേ പ്രായമാകുന്നുള്ളൂ. അപ്പോഴത്തേന് ആ ആത്മാവിന്റെ അവസ്ഥ അനുസരിച്ചിട്ട് ഇവർക്ക് പല ആഗ്രഹങ്ങളും പല പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അവരെ ശാരീരികാവസ്ഥയും അതുപോലെ പ്രാക്ടിക്കലായിട്ട് നോക്കിയിട്ട് അവരെ എന്താണ് പലതും ഉള്ളിലടക്കമാണ്. ആഗ്രഹങ്ങളുണ്ട്. കാര്യം എന്താണ് ഈ വാർദ്ധക്യമൊന്നും ആത്മാവിനെ ബാധിച്ചിട്ടില്ല. അപ്പം ആത്മാവിന്റെ ആ സാന്നിധ്യം കൊണ്ടാണ് ശരീരത്തിന് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, വളർച്ചയെല്ലാം ഉണ്ടാകുന്നത്. 6 ശാരീരിക പരിണാമങ്ങളിൽ നിന്ന് അതുകൊണ്ട് 6 ശാരീരിക പരിണാമങ്ങളിൽ നിന്ന് മുക്തനാണത്. അപ്പൊ ഈ ശാരീരിക പരിണാമങ്ങളിൽ നിന്നൊക്കെ ഈ പറയുന്ന ആത്മാവ് മുക്തനാണെന്ന് പറയുന്നു. വിജ്ഞാനമയനാണ് ആത്മാവ്, സദാ ബോധമുള്ളവനാണ് അല്ലെങ്കിൽ അറിവുള്ളവനാണ്. അതുകൊണ്ട് അവബോധം എന്ന് പറയുന്ന ആത്മാവിന്റെ ലക്ഷണമാണ്. ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ശരീരത്തിന് അവബോധമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആത്മാവിന്റെ ശാസ്ത്രമായ കൃഷ്ണാവബോധം നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിക്കുന്നത് അല്ലെ. കൃഷ്ണാവബോധസ്ഥനായാൽ മാത്രമേ ഈ അവബോധം, അതുകൊണ്ടാണ് നമ്മുടെ ഒരു ശാസ്ത്രത്തിന് അവബോധം എന്ന് തന്നെ പേരിട്ടിരിക്കുന്നത് അല്ലെ. ആത്മാവുള്ളത് കൊണ്ടാണ്, ആത്മാവിന്റെ ശാസ്ത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അതിനെ ആ ഒരു കൃഷ്ണ അവബോധം എന്ന് പറയുന്നത്. അത് ശരിക്കും നമ്മളുടെ ഈ ഭൗതികമായിട്ടൊരു ഒരു കാര്യമല്ല അല്ലേ. അത് നമ്മുടെ അവബോധത്തിലേക്ക് അത് ഇറങ്ങിച്ചെല്ലണം, കൃഷ്ണാവബോധം. അതുകൊണ്ടാണ് കൃഷ്ണ അവബോധം എന്ന് പറയുന്നത്. കൃഷ്ണ സയൻസിനെ കൃഷ്ണ അവബോധം തന്നെ പറയുന്നത്. അതുകൊണ്ട് ആകാശത്തിൽ സൂര്യൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മേഘങ്ങളുടെ മൂടൽ കൊണ്ടോ കണ്ടില്ലെന്ന് പറയും. എങ്കിലും സൂര്യപ്രകാശം എപ്പോഴും ഉള്ളത് കൊണ്ട് പകൽ സമയമാണെന്ന് നാം അറിയുന്നു. പുലരുന്നതിന് മുൻപ് ആകാശത്തിൽ തെല്ലൊരു വെളിച്ചം കണ്ടാൽ സൂര്യൻ ഉദിക്കുകയാണെന്ന് നമുക്കറിയാം. എല്ലാ ശരീരത്തിലും മനുഷ്യൻ്റെതാകട്ടെ മൃഗത്തിൻ്റെതാകട്ടെ അവയിലൊക്കെയും ബോധമുള്ളത് കൊണ്ട് ആത്മാവിന്റെ സാന്നിധ്യത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജീവാത്മാവിന്റെ ഈ ബോധം സർവോത്തമ അവബോധത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭൂത വർത്തമാന ഭാവികളെ സംബന്ധിച്ച് സർവ വിജ്ഞാനം ഉൾക്കൊള്ളുന്ന അത്രേ സർവോത്തമ അവബോധം. അപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞ സർവോ ഉത്തമ അവബോധം എന്ന് പറയുന്നതാണ് ഈ ഭൂത വർത്തമാന ഈ ഭാവി ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കാതെ അതിൽ വ്യാകുലരാകാതെ ഈ ശരീരത്തിന്റെ പരിണാമങ്ങളെ പറ്റി സുഖം ദുഃഖം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളെ പറ്റിയൊക്കെ മനസ്സിലാക്കി സമചിത്തനായി ഉള്ള ആൾക്കാര് മനസ്സിലാക്കുന്ന ഒരു അവബോധത്തെയാണ് സർവ ഉത്തമ അവബോധം എന്ന് പറയുന്നത്. അങ്ങനെ തന്റെ മൂലസ്വരൂപം മറന്നു പോകുമ്പോൾ കൃഷ്ണൻ നൽകുന്ന സംകൃഷ്ട പാഠങ്ങളുടെ ആത്മാവ് ഉദ്ഭുതനാകുന്നു. അപ്പൊ നമ്മൾ അതിന്റെ യഥാർത്ഥ സ്വരൂപം നമ്മൾ മറന്നു പോകുമ്പോൾ കൃഷ്ണൻ ആരുടെയെങ്കിലും രൂപത്തിൽ വന്നിട്ട് ഒന്നുകിൽ ചൈത്യ ഗുരുവായിട്ട് നമുക്ക് വന്ന് പറഞ്ഞു തരുന്നു പരമാത്മാ രൂപത്തിൽ, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ആചാര്യന്മാരെ നമ്മളെ അടുത്തേക്ക് വിടുന്നു. അങ്ങനെ ആചാര്യന്മാരൊക്കെ എനർജി സ്പോർട്സുകളാണ് അല്ലെ. അവർ വന്നു കഴിഞ്ഞ് നമ്മൾക്ക് ഇത് പറഞ്ഞു തരുന്നു. അപ്പൊ ഈ ഗീതോപദേശം നമുക്ക് തന്നിരിക്കുന്നത് ഈ ആത്മാവിന്റെ ശരിയായിട്ടുള്ള അവബോധത്തെ ഉണർത്തുക എന്നുള്ളതാണ്. ആത്മാക്കൾ 2 വിധമുണ്ട്, അണു ആത്മാവ്, വിഭു ആത്മാവ്. അണുമാത്രനായതും മഹത്തായ വിഭുവായതും. ഇത് കഠോപനിഷത്തിലും ഊന്നി പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മളുടെ ഈ ഭൗതിക ശരീരത്തിലുള്ള ഈ ആത്മാവ് അണുമാത്രനാണ്, എന്നാൽ വിഭുവായത് പരമാത്മാവാണ്. ഭഗവാൻ വിഭുവാണ്, നമ്മൾ എന്താണ് അണുവുമാണ്. പരമാത്മാവും അണുമാത്രനായ ജീവാത്മാവും ശരീരമാകുന്ന ഒരേ വൃക്ഷത്തിൽ ജീവസത്തിന്റെ ഹൃദയാന്തർഭാഗത്ത് കുടികൊള്ളുന്നു. അപ്പൊ ഹൃദയത്തിൽ തന്നെയാണ് ഇവർ രണ്ടുപേരും നിൽക്കുന്നത്. ഒരാൾ പക്ഷെ അണുവും മറ്റൊരാള് വിഭുവുമാണ്. അപ്പോൾ ഭൗതികങ്ങളായ എല്ലാ ആഗ്രഹങ്ങളും ശോകങ്ങളും അകറ്റിക്കഴിഞ്ഞ വ്യക്തിക്ക് മാത്രമേ ഭഗവാന്റെ കാരുണ്യത്താൽ ആത്മാവിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയൂ എന്ന് തുടർന്നുള്ള അധ്യായങ്ങൾ വിവരിക്കുന്നു. അപ്പോൾ ഈ ഭഗവാന്റെ ഈ ഭൗതികമായ ആഗ്രഹങ്ങളെല്ലാം, ഒരുപാട് ആഗ്രഹങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോഴാണ് നമുക്ക് ഈ ആത്മാവിന്റെ ആ ഒരു മഹത്വത്തെ പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ ഒരവസ്ഥ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് കൃഷ്ണനാൽ അഥവാ കൃഷ്ണന്റെ വിശ്വസനായ ഒരു പ്രതിനിധിയിൽ നിന്ന് ഉദ്ബോധനാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾക്കിത് വ്യക്തമായ ഒരു ധാരണ വേണം, ഇത് എങ്ങനെ മനസ്സിലാക്കണം, ഈ ഒരു കാര്യം നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നു. അതുകൊണ്ട് നമുക്കൊരു ആചാര്യന്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറയുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭഗവത്ഗീത നമ്മൾ പറയുന്നത് എപ്പോഴും പരമ്പരാ സിസ്റ്റത്തിൽ കൂടെ അത് പഠിച്ചു വരണം. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ പരമ്പരയിൽ കൂടി വന്നിട്ടുള്ള എൻ്റെ ഗുരു പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളും ശ്രീല പ്രഭാതർ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള, ഞാൻ ക്ലാസ്സിൽ കേട്ടില്ല. അതായത് എന്നിൽ നിന്ന് ഞാൻ ഒന്നും തന്നെ അങ്ങനെ ഞാനായിട്ട് എടുത്തിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ തന്നെ ഈ എൻ്റെ ഗുരുനാഥൻ പരമ്പരയിൽ
കൂടെ വന്ന എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ശരിയായിട്ടൊരു വിശ്വാസിനായ പ്രതിനിധിയിൽ നിന്ന് ഉദ്ബുദ്ധനായാൽ മാത്രമേ ഈ കൃഷ്ണാവബോധത്തിന്റെ യിലുള്ള ശരിയായിട്ടുള്ള ആത്മാവിന്റെ അവസ്ഥയെപ്പറ്റിയും ശരിയായിട്ടുള്ള ശരീരത്തിന്റെ അവസ്ഥ, സ്വഭാവം, വ്യതിയാനം, വ്യത്യാസങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഹരേ കൃഷ്ണ. നമ്മളുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ എല്ലാവർക്കും ഓരോ പോയിന്റ് പറഞ്ഞ് നമുക്ക് നിർത്താം. ഞാൻ എപ്പോഴും നീണ്ടു പോകുന്നതാണെന്ന് പരാതി ഉണ്ട്, അതുകൊണ്ട് ഒരു ശകലം ഒരു 10 മിനിറ്റ് മുന്നോട്ട് പോയി. അപ്പോൾ 1 മണിക്കൂർ ക്ലാസ് എടുക്കാനുള്ളത് നമ്മൾ പ്രാർത്ഥന അതും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത്രയായി. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓരോ പോയിന്റ് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി, എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ 5 ശ്ലോകം പഠിച്ചില്ലേ? എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഓർമ്മയുണ്ടോ? സൂര്യപ്രകാശം പ്രപഞ്ചത്തിലെ നിലനിർത്തുന്നത് പോലെ ആത്മാവിന്റെ തേജസ് ഭൗതിക ദേഹത്തെയും പുലർത്തുന്നു. ഓക്കെ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ആത്മാവിന്റെ പ്രഭാവം അവബോധമായ ശരീരത്തിൽ അനുഭവപ്പെടുന്നു. അതാണ് ആത്മാവിന്റെ സാന്നിധ്യം കുറിക്കുന്നത്. ഓക്കെ. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് മാധവി രാധ മാതാജി. ഓർമ്മയൊന്നും ഇല്ലേ? ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള വ്യത്യാസം ശരിക്കും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലേ? അത് ശരിയാണോ പ്രഭുജി? പിന്നെ ആത്മാവിനെ തികഞ്ഞ ബുദ്ധിശക്തി കൊണ്ട് അറിയാവുന്നതാണ് പ്രാണനവാനൻ. ഇത് 5 വിധ വായുഭേദങ്ങളിൽ കുങ്ങിക്കിടക്കുന്ന അത് മനസ്സിലാക്കി. ഹരേ കൃഷ്ണ. അടുത്തത് വിലാസിനി മാതാജി. ജീവാത്മാവ് അണുത്വം കൊണ്ട് കാണാൻ തന്നെ കഴിയുകയില്ല. എന്നാൽ പരമാത്മാവിനെ അതിന്റെ അതാണ് പരമാത്മാവ് അത്രയും മഹത്വമേറിയതും ആയതുകൊണ്ട് നമുക്ക് അതിനെ മാതാജി എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് വ്യക്തമായില്ല. മാതാജി ഒന്നുകൂടെ ആലോചിച്ചു. അടുത്ത ഷിബി മാതാജി. ഹരേ കൃഷ്ണ. എന്താണ് പ്രഭുജി, നമ്മുടെ കർമ്മ അനുസരിച്ചാണ് ജീവാത്മാവിന് നമ്മുടെ തന്റെ കർമ്മ അനുസരിച്ചാണ് ഭൗതിക ശരീരം ലഭിക്കുന്നത്. അതുപോലെ ഭഗവത്ഗീത ഹിംസയെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. കർമ്മമാണെങ്കിൽ അത് ചെയ്യേണ്ടി വരും. നമ്മുടെ കർമ്മമാണെങ്കിൽ അത് എന്തായാലും അതായത് നമ്മളുടെ കർമ്മം ചെയ്യാനായിട്ട്, നമ്മളുടെ ശരിയായിട്ട് നിയത കർമ്മം എന്താണെന്ന് ചെയ്യാനായിട്ട് ഭഗവത്ഗീത പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൃഷ്ണകുമാരി മാതാജി. നമ്മളെ ശരീരമല്ല, ആത്മാവാണ്. പരമാത്മാവും ജീവാത്മാവും ഒരു വൃക്ഷത്തിന്റെ രണ്ടാം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഹരിബോൾ. ഹരേ കൃഷ്ണ. അത് ഓർത്തിരുന്നല്ലോ മാതാജി. ഹരേ കൃഷ്ണ. നമ്മൾ ഈ ഭൗതിക ശരീരമല്ല, നമ്മൾ ജീവാത്മാവ്. ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ആത്മാവാണ്, എൻ്റെ ശരീരമല്ല. ഈ ഒരു ബോധമാണ് നമ്മൾ ഭഗവത്ഗീതയിലൂടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നവരാണ്. ഞാൻ അബിയ മാതാജി.
നമ്മുടെ ഭൗതിക ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ, ആത്മാവിന് നാശമില്ല. നമ്മുടെ ആത്മാവ് ശരീരത്തിന് 6 വിധം മാറ്റങ്ങളായിട്ട് ശരീരത്തിനുണ്ട്. ആത്മാവിന് ആ മാറ്റങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. ആത്മാവ് സ്ഥിരനാണ്, അജനാണ്, അതെ ശാശ്വതനാണ്. അതെ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി, മാതാജി കേൾക്കുന്നുണ്ടോ? ഒരു ഒരു തലനാരിന്റെ അറ്റം 10,000 വിഭജിച്ചാൽ എത്ര വലിപ്പം വരുമോ അത്രമാത്രം വലിപ്പമുണ്ട് ജീവാത്മാവിന്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ ഓക്കെ. കൃഷ്ണകുമാരി മാതാജിക്ക് എന്തോ എന്തെങ്കിലും പോയിന്റുണ്ടോ ഇനി? ഇല്ല പ്രഭു, ഇല്ല. ഹരേ കൃഷ്ണ. അപ്പം എല്ലാവരും ഓരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇനി വിലാസിനി മാതാജിക്ക് എന്തെങ്കിലും വേറെ പോയിന്റ് ഓർമ്മയുണ്ടോ? മുമ്പേ പറഞ്ഞു ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങളില്ല. അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയില്ല. അതാണ് അത് പറയുന്നത്. ആത്മാവിന് ജനന മരണങ്ങളില്ല, ഹരേ കൃഷ്ണ. അത് ഉണ്ടായതില്ല. ഹരേ കൃഷ്ണ. അതൊരു അണുമാത്രനായ ജീവാത്മാവ് പരമാത്മാവോടുകൂടി ഹൃദയത്തിൽ ഇരിക്കുന്നു. അവിടുന്നാണ് നമുക്ക് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജങ്ങളെല്ലാം ഉത്ഭവിക്കുന്നത്, എല്ലാം കിട്ടുന്നത്. ഹരി ബോൾ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. നമ്മുടെ ഭൗതിക ശരീരത്തിന് നാശമുള്ളൂ, ജീവാത്മാവിന് ഒരിക്കലും നാശമില്ല. അതെ, ഹരേ കൃഷ്ണ. അപ്പം നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവച പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി കീ ജയ്, അനന്തകോടി ആചാരവന്തി കീ ജയ്.